അവൻ ഓസ്ട്രേലിയ ഫാനാണ്. ഇതിന്റെ ഇഷ്ടമല്ല കുറിച്ച് ഓരോ പ്ലേയേഴ്സ് പറഞ്ഞാൽ ഇല്ലാത്ത മനുഷ്യനൊക്കെ തോന്നും. എനിക്ക് ഇപ്പോൾ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 സാധനം പറയും. ടെസ്റ്റിൽ അത് പറയും, വൺ ഡേയിൽ മാക്സ്വെലിന്റെ പറയും, ഈ T20 പെട്ടെന്ന് നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ മനസ്സിൽ വരുന്ന കുറെ സ്റ്റോക്ക് മെഗ്രത്ത് വരുന്നു. സച്ചിനോട്ടാ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹോളി ഹാബിറ്റാറ്റ്. അപ്പോൾ നമുക്കിന്ന് ഒരു പുതിയ ഗസ്റ്റ് ഉണ്ട്. ഇവനല്ല, വസീം. പിന്നെ സെമീനുണ്ട്. നമ്മളെ എപ്പിസോഡിൽ വന്നിട്ടുണ്ട് ഒരു വർഷം. അപ്പോൾ എന്തൊക്കെ വെൽക്കം. ഓൾറെഡി ഇച്ചിരി സെലിബ്രിറ്റി ആണ്. അതെ വസി ടച്ച് ചെയ്യാത്ത ഏരിയാസ് ഇല്ല. ഇവിടുത്തെ ലോക്കൽ ക്രിക്കറ്റ് ടീം ഇത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റി തുടങ്ങിക്കോ. അതിനെ പറ്റി പറഞ്ഞു തുടങ്ങിക്കോ. അതെ, വസി എനിക്ക് വാർസോ ടൈഗേഴ്സ് എന്നല്ല ടീമിന്റെ പേര്. അതെ, എങ്ങനെയാ ഒരു ടീം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കാര്യങ്ങളും? കാരണം ഞാൻ ബേസിക്കലി എനിക്ക് ക്രിക്കറ്റ് അത്ര വലിയ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്. കാരണം ടൈം കൺസ്യൂമിങ് ആണ്. കളിക്കണേനല്ല, കാണുന്നത്. ഞാൻ എനിക്ക് ലാസ്റ്റ് IPL കണ്ടതാണ് 2011 എന്തോന്ന് ആണ്. അതിനുശേഷം ഞാൻ അല്ല ഹോണസ്റ്റ്ലി ഞാൻ അതാണ് ഞാൻ കണ്ടതില്ല. കാരണം ടൈം കൺസ്യൂമിങ് ആണ്. എനിക്ക് ഏറ്റവും ഇത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തേക്കുന്ന കാര്യം. അതുപോലെ ഫുട്ബോളിനെ പോലെ ഒരു സഡൻ മൊമെന്റിലൊരു ചേഞ്ചസ് വരാറില്ല, എൻഗേജിങ് ഫാക്ടർ ഇല്ല. പിന്നെ വേറൊരു കാര്യം തോന്നിയത് ക്രിക്കറ്റ് ഓൾമോസ്റ്റ് പ്രെഡിക്റ്റബിൾ ആണ്. അപ്പൊ ഇതെല്ലാ ഫാക്ടർ വെച്ചുകൊണ്ട് ഈ പ്രാവശ്യം IPL കുറിച്ച്, നമ്മുടെ വാർസോ ടൈഗേഴ്സിനെ കുറിച്ച്, എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഇവിടുത്തെ ക്രിക്കറ്റ് ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ പോളണ്ടിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ചെറുപ്പം മുതലേ കളിക്കുന്നതാണ്. നാട്ടിലും ക്രിക്കറ്റ് ഭ്രാന്താണ്. ക്രിക്കറ്റ് ഇല്ലാത്തൊരു ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതില്ലെങ്കിൽ എന്തോ ഒരു സാധനം ഇല്ലാത്ത നമുക്ക് അങ്ങനെ ഉണ്ട് സർവൈവ് ചെയ്ത് പോകാനേ പറ്റാത്തൊരു സംഭവം. അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ നമ്മൾ പോളണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രിക്കറ്റ് പോസിബിലിറ്റി ഭയങ്കര സ്ലിമ്മാണ്. പ്രത്യേകിച്ച് ഇവിടെ 2 സീസൺ, ഒരു സീസൺ നമുക്ക് കളിക്കാനേ പറ്റില്ല. അപ്പം നമ്മളുള്ള സീസണിൽ എങ്ങനെ കളിക്കും എന്ന് അറിയിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ ലെതറിൻ്റെ. അപ്പോൾ ഇപ്പോൾ പോളണ്ടിൽ വന്ന സമയത്ത് ഈ പറയുന്ന പോലെ ലെതറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിലൊക്കെ ആകുമ്പോൾ സ്റ്റിച്ചിൽ കളിച്ചിരുന്നതാണ്. ഡിസ്ട്രിക്ട് ലെവലൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ ഏറ്റവും വലിയ കോമഡി എന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അവർ കാണുന്നത് വലിയ പ്ലെയർ ആയിട്ടാണ്. കാരണം ഇവിടെ ഈ ക്രിക്കറ്റ് ജേണി ഒരു 6 കൊല്ലം മുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രിക്കറ്റ് ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനിങ് സ്റ്റേജിലാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു 3-4 കൊല്ലം ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്ത് വരുന്നൊരു പ്ലെയർ, നമുക്ക് ഓൾറെഡി ഒരു ശൈലി ഉണ്ടാവും. ക്ലാസ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ശൈലി ഉണ്ടാവും. നമുക്ക് എങ്ങനെ ബാറ്റ് ഹോൾഡ് ചെയ്യണം, ഒരു ബോൾ എങ്ങനെ ഡ്രൈവ് ചെയ്യണം, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മളൊക്കെ പോകുമ്പോൾ ഇവര് നമ്മളെ കാണുന്നത് അയ്യോ ഇവന്റെ എന്തോ ഉണ്ട് കേട്ടോ, ഇവനിൽ നമുക്ക് പഠിക്കാന്നുള്ള നമ്മൾ ഓൾറെഡി പോണത് നമ്മളൊന്നും കൂടി അപ്പൊ അവിടെ പോയപ്പോൾ മനസ്സിലായിരിക്കും ഇത് നടപടിയാവില്ല. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പോകുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഇവിടെ 2019 സമ്മറിൽ ഇവിടെ SCC എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഉണ്ട്, സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് ക്ലബ്ബ്. അത് മിസ്റ്റർ കുമാർ എന്ന് പറയുന്ന ഒരാൾ, നോർത്ത് ഇന്ത്യൻ ആണ് അയാളുടെ ഗുജറാത്തിയാണ്. ആളുടെ സ്റ്റേറ്റ് ലെവലൊക്കെ കളിച്ചിട്ടുള്ള ഒരാളാണ്. അത്യാവശ്യം നല്ല ഹോൾഡുള്ള നല്ല പ്ലെയറുമാണ്. അപ്പോൾ ആളൊരു അക്കാദമി തുടങ്ങി. ആളൊരു അക്കാദമി പോളണ്ടിൽ ഫസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ സോഫ്റ്റ് ബോൾ ഒരു അക്കാദമി തുടങ്ങുന്നതാണ്. അപ്പോൾ ആള് ഫേസ്ബുക്കിൽ ഇതേപോലത്തെ ഒരു ലുക്കൗട്ട് ഇട്ട് ഇങ്ങനെ പ്ലെയേഴ്സിനെ സീക്ക് ചെയ്യുന്നുണ്ട്, ടീമായിട്ട് തന്നെ വേർതിരിച്ച് കളിക്കാം എന്നുള്ള ഒരു ആശയം. അപ്പോൾ അത് ഭയങ്കര ബൂസ്റ്റ് ആയിരുന്നു. കാരണം ഇവിടെ പോളണ്ടിൽ ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനത്തെ ഒരു ഡയറിംഗ് ആയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. അത് ആർക്കും എന്താ പറയുക അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നില്ല. കാരണം ഈ പോളണ്ടിൽ ഒരു ക്രിക്കറ്റിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ചിന്തിക്കാത്ത സംഭവം. കാരണം ആർക്കും ഫെമിലിയർ അല്ലാത്തൊരു സ്പോർട്ടാണ് പോളണ്ടിൽ ഈ പറയുന്ന ക്രിക്കറ്റ്, ആർക്കും അറിയില്ല. അങ്ങനെ തുടങ്ങിയപ്പോൾ പക്ഷേ ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ പാകിസ്ഥാനി, ബംഗ്ലാദേശ് കമ്മ്യൂണിറ്റിക്ക് അന്ന് സൗണ്ടടാം ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ എല്ലാവർക്കും ക്രിക്കറ്റ് അറിയാം, എല്ലാവർക്കും അറിയാം. ക്രിക്കറ്റ് കളിക്കാൻ അറിയാത്തൊരു കുറവാണ്. ശരി, ഞാൻ ഓർക്കുന്നുണ്ട് നമ്മൾ 2019 മൊക്കോട്ടോയിലും മറ്റേ പെട്രോൾ പമ്പിന്റെ അവിടെ കളിക്കുന്നതൊക്കെ. അപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് ഞാൻ പോയി. അപ്പോൾ ഫസ്റ്റ് ഞാൻ പോണ സമയത്ത് ഞാനൊരു ഇൻഡിവിജ്വലായിട്ട് പോയി. എനിക്ക് ഈ പറഞ്ഞ ഒരുപാട് മലയാളികളും ഒരുപാട് ഇന്ത്യക്കാരും അന്നത്തെ ടൈമിൽ അറിയില്ല. കുറച്ച് പേര് അറിയും, പക്ഷേ 2019. അപ്പോൾ ആ ടൈമിൽ എനിക്ക് വലിയ പരിചയമില്ല. പക്ഷെ എന്നിരുന്നാലും ഓക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാൻ പോയി. അപ്പം ഞാൻ പോയി ചെന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി. ആ മൊത്തം ഒരു 8 ടീമുണ്ട്. 8 ടീമിൽ ലെറ്റ്സ് ഒരു ടീമിൽ 15 to 18 ടീം സ്ക്വാഡ്. അതിലാകെ ഒരു മലയാളി ഞാനാണ്. അപ്പം എനിക്ക് ആരെയും പോയിട്ട് സംസാരിക്കാമല്ലോ, എന്നെ ടീമിൽ എടുക്കുന്നൊന്നുമില്ല.
അപ്പോൾ ഈ പറയുന്ന കുമാറെ ഹെൽപ്പ് ചെയ്തത്. കുമാർ ലൂച്ച് ടൈഗേഴ്സ് എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു. ലൂച്ച് പറഞ്ഞ വേറെ സിറ്റിയിൽ നിന്ന് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്ര ദൂരത്ത് നിന്ന് അവരോട് ഒന്ന് കളിക്കണം. കാരണം അറൗണ്ട് ഒരു 100 കിലോമീറ്റർ വരും ഒരു ദിവസം വന്ന് പോകണം. കാറാണെങ്കിൽ തന്നെ അതിന്റെ എന്താ പറയുക പെട്രോൾ കോസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് ഒരു 6 കൊല്ലം മുന്നേ. അപ്പൊ ആ ടീമിലോട്ട് തന്നെ ഇട്ട്. അതാണ് എൻ്റെ ഇവിടുത്തെ ക്രിക്കറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ആ ടീമിൽ ഞാൻ ചെന്ന് ഞാനായിരുന്നു അത്യാവശ്യം നല്ല പെർഫോമർ. പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ പൊസിഷൻ എന്താ? ബോളറാണോ ബാറ്റ്സ്മാൻ ആണോ? ശരിക്കും പറഞ്ഞാൽ ഒരു ഓടായിട്ടുള്ള ഒരു പൊസിഷനാണ്. ഞാൻ ഓൾറൗണ്ടർ കം വിക്കറ്റ് കീപ്പറാണ്. എല്ലാം ചെയ്യും. ഞാൻ നാട്ടിലാകുമ്പോഴും അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ്. കാരണം 40 ഓവറിന്റെ കളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ 20 ഓവർ കീപ്പ് ചെയ്യും. എൻ്റെ ടീമിൽ തന്നെ രോഹിത് എന്നിട്ട് എൻ്റെ വൈസ് ക്യാപ്റ്റൻ അവനും കീപ്പ് ചെയ്യും. 20 ഓവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാർട്ട് ടൈം ഫാസ്റ്റ് ബോളർ മീഡിയേറ്റ് വരും. ഒരു 8 ഓവർ എറിയും. 8 വന്നിട്ടുണ്ടെങ്കിൽ 16 ഓവർ ഞാൻ വരും. പിന്നെ 4 ഓവർ ഞാൻ കീപ്പ് ചെയ്യില്ല. ഓൾറെഡി അവൻ കീപ്പ് ചെയ്യുന്ന പാഡ് മാറ്റുന്ന സമയമുള്ള കാരണം അത് ഭയങ്കര ബെനിഫിറ്റ് ആണ് ടീമിന്. കാരണം ഒരു വിക്കറ്റ് കീപ്പറും അത്യാവശ്യം ബോൾ ചെയ്യുന്നവരാകുമ്പോൾ അത് ഭയങ്കര ബെനിഫിറ്റ് ആണ്. ആരും ചിന്തിക്കില്ല. കാരണം നമ്മള് കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടീമിന് ഭയങ്കര നല്ലതാണ്. പക്ഷെ അത് ഇന്റർനാഷണലിൽ നടക്കൂല. കാരണം ആ പാഡ് മാറ്റലും. നാട്ടില് പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് കളിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് കളിച്ചിട്ടുണ്ട്. തൃശ്ശൂർ അണ്ടർ 15 14 കളിച്ചിട്ടുണ്ട്. പിന്നെ തുടർന്ന് പോകാൻ പറ്റില്ല. കാരണം സ്കൂളിൽ നിന്ന് ലീവ് വരില്ല. കാരണം ഹയർ ക്യാമ്പ് ഉണ്ടായിരുന്നത് എൻ്റെ ഓർമ്മിച്ചാണ് കൊല്ലാണോ ട്രിവാൻഡ്രം ഓർമ്മയില്ല. അങ്ങനെ ഏതോ സ്ഥലം സ്കൂൾ വിട്ടിട്ട് പോകണം. അപ്പൊ അത് നടക്കണ കേസല്ല. വലിയ ഫാക്ടറല്ലേ. ഇതിൽ നിന്ന് നമുക്ക് ഒരു ഔട്ട് ഓഫ് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കും ഒരു വിശ്വാസം ഉണ്ടാവില്ല. പിന്നെ വീട്ടുകാർക്ക് തീരെ ഉണ്ടാവില്ല. കാരണം ഇതിനിടയിൽ കുറെ പൊളിറ്റിക്സ് ഉണ്ടാവും. ടാലന്റ് ഉള്ളവരെ പോലും ചിലപ്പോൾ എടുത്തെന്ന് വരില്ല. അവർക്ക് ക്രിക്കറ്റ് ഒക്കെ കാരണം നമ്മളെ സൗത്തിന് തഴയുന്ന പിന്നെ അത്യാവശ്യം കാശുള്ള സ്പോർട്ടാണ്. പക്ഷെ അന്നൊക്കെ നമുക്ക് ലയൺസ് ക്ലബ്ബ് എന്നിട്ടൊരു ക്ലബ്ബ് ഉണ്ട്. അവരെന്റെ സ്പോൺസർഷിപ്പ് ഒക്കെ ലയൺസ് ക്ലബ്ബ് ആയിരുന്നു. അത് കാരണം വലിയ ഫണ്ട് ചെലവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ചെലവാകുക. എന്തോരം സാധനങ്ങളാണ്. ഹെൽമെറ്റ് അത് ബുദ്ധിമുട്ട്. അപ്പൊ അത് ആരും അങ്ങനെ കൊടുക്കുകയില്ല. കാരണം അതെല്ലാം കോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ അത് ബുദ്ധിമുട്ടല്ല. അപ്പൊ ഞാൻ എനിക്കൊരു ബാറ്റ് വന്ന് നീ അത് ഞാൻ ചിലപ്പോ സ്റ്റോക്ക് ചെയ്യുന്നത് ഭയങ്കര സ്ലോ മെല്ലായിരിക്കും. നീ ചിലപ്പോ ആഞ്ഞടിക്കുന്നവരായിരിക്കും നിലത്ത്. അപ്പൊ എന്റെ നെഞ്ഞടിക്കും. ഇതൊക്കെ സാധനം എനിക്ക് നമ്മളെ മനസ്സിൽ വരിക. അപ്പൊ അങ്ങനെ ചോദിക്കൂല. അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെടുത്താണ് എന്റെ പറ്റുന്ന കളിക്കുന്നത് അങ്ങനെ ചോദിക്കുള്ളൂ. പിന്നെ അതിലെന്നെ ഇപ്പൊ ലാസ്റ്റ് സെമീൻ ഇപ്പൊ ലാസ്റ്റ് കളി സെഞ്ചുറി അടിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കും അളിയോ എന്റെ ഫാറ്റ് അപ്പൊ ഓടിക്കല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ തരിക. ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന കിറ്റും കാര്യങ്ങളൊക്കെ സ്പോൺസേഴ്സ് ആയിരുന്നു. അല്ല നമ്മള് പറഞ്ഞ നിങ്ങൾ ഇവിടെ ജേണി അപ്പൊ നിങ്ങള് ഊച്ചിലെ ആ ടീമിൽ കയറി. അവിടെ കയറിയതിനു ശേഷം ഒരു സീസൺ അവരുടെ ടീമിലോട്ട് കളിച്ചു. അപ്പോ ഇതിന്റെ അന്ന് ഈ ഊച്ച് SCC എന്ന് പറഞ്ഞ ഇവര് കുമാർ എന്ന് പറഞ്ഞ പുള്ളി ഒരു ടൂർണമെന്റ് നടത്തുകയാണ്. അയാള് ഹോസ്റ്റാണ്. അയാൾ ഗ്രൗണ്ട് എടുത്ത് ഈ പറയുന്ന ഒരു പാറ്റേൺ ഉണ്ടാക്കി അയാൾ ടൂർണമെന്റ് നടത്തും. അയാൾ തന്നെ ആയിരിക്കും സ്കോർ ബോർഡ് കാര്യങ്ങൾ ചെയ്യുക. അമ്പയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാരല്ല. അയാൾക്ക് എഫിഷ്യന്റ് എന്ന് തോന്നുന്ന ഓരോ ടീമിന്റെ ക്യാപ്റ്റൻ ആൻഡ് വൈസ് ക്യാപ്റ്റൻ ആയിരിക്കും അമ്പയറിംഗ്. അയാളൊരു സാധനം എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷെ അത് റണ്ണ് ചെയ്യണതല്ലാതും അയാളുടെ ഐഡിയയിൽ ഈ വരുന്ന പ്ലെയേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇനീഷ്യേറ്റീവ് എടുത്ത് ആ സാധനം റണ്ണപ്പ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഇപ്പൊ നീ ഇതെല്ലാം കാശ് കൊടുത്തിട്ട് വേണം ചെയ്യണം. അവിടെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇവിടുത്തെ ഒരു 1200 ഇരുന്നത് 24,000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ടൂറിന്റെ എൻട്രി ഫീസ് കൊടുക്കുന്നത്. എന്നിട്ട് ഔട്ട് ഓഫ് നമുക്ക് കിട്ടുന്നത് 1,500 മേ ബി 30,000 കിട്ടും. ആ ഒരു 6,000 രൂപ ബെനിഫിറ്റ് ഉള്ളൂ. എന്നാൽ അത് ചെയ്യുമ്പോൾ തന്നെ അമ്പയറിങ് ചെയ്യണത് ടീമിലുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇതിനൊന്നും ആർക്കും പരാതിയില്ല. ജസ്റ്റ് ബിക്കോസ് എല്ലാവർക്കും അത്രക്ക് ഇഷ്ടമാണ്. കളിക്കാനൊരു ഗ്രൗണ്ട് ആക്കി തരുന്നുണ്ടോ എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഫെസിലിറ്റി ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തോളാം എന്നുള്ള സംഭവമായിരുന്നു. അങ്ങനെ ആ സീസൺ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവരൊക്കെ ലൂച്ചിന്ന് വരുന്ന പ്ലേയേഴ്സാണ്. ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ടും ഇവർക്കൂടെ വിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർ ആ ടീമിൽ ടാലന്റ് പൂൾ കുറച്ച് കുറവായിരുന്നു. ഇവിടെ ഗുജറാത്തി ടീമുണ്ട്, അവരൊക്കെ അത്യാവശ്യം കളിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവരും തക് വാർസാവ എന്നൊരു ടീം, അതേപോലെ തന്നെ ടൈറ്റൻസ്, ഇവരൊക്കെ ആയിരുന്നു ആ സമയത്ത്. ആ 2019 അത്യാവശ്യം വലിയ ടീമുകൾ. ടൈറ്റൻസ് അല്ല, തക്ക്. അപ്പോൾ അവരാണ് കപ്പടിച്ചിരുന്നത്. അപ്പോൾ ഇവർക്ക് ചെറുതായിട്ട് ചടച്ചു തുടങ്ങി. നമ്മൾ ഇത്രയും കാശും ചിലവായിട്ട് വരുന്നു, എവിടെ എത്തുന്നില്ല. ആ ഒരു പ്രാവശ്യമാണ് ഫൈനൽ കളിച്ചത്. അതും നമ്മളിൽ ആൾക്കാരിലാണ്ട് കളി പുട്ടുപോലെ പൊട്ടി ഈ തക്കിനായിട്ട്. അപ്പോൾ അടുത്ത നമ്മൾ 15 ഓവർ 12 ഓവർ 10 ഓവർ ആണ്. അപ്പം നെക്സ്റ്റ് ഇയർ എനിക്കൊരാഗ്രഹം എന്ത്
മലയാള ടീം എന്തുകൊണ്ട് ഇറങ്ങിക്കൂടാ? കാരണം ഞാൻ ഇവിടെ ഇപ്പോൾ മൊക്കത്തോ എന്ന് പറയുന്ന സ്ഥലത്ത് നേരത്തെ സമയം പറഞ്ഞ പോലെ അവിടെ ഞങ്ങൾ പ്രാക്ടീസ് മാച്ച് പോലെ ഞാൻ ഓൾറെഡി കളിക്കാറുണ്ട്. ഇവിടെ കുറച്ച് മലയാളികളും കുറച്ച് ഇന്ത്യക്കാരൊക്കെ വെച്ചിട്ട്. അപ്പം അതിൽ അത്യാവശ്യം പിള്ളേരുണ്ട് മലയാളികൾ. നമുക്ക് കണ്ടറിയാലോ, ഓക്കെ ഇവൻ്റെ ഒരു കളിയുണ്ട്, അവന് കളിക്കാൻ പറ്റും, അവനക്ക് ഒരു ഫോർമാറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണ എനിക്കുണ്ട്. ഞാൻ നാട്ടിലൊക്കെ ക്യാപ്റ്റനായിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ക്വാളിറ്റി ഉണ്ട്. അപ്പം ഞാൻ ചെക്കന്മാരോട് പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങിയാലോ, കാരണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പുട്ടുപോലെ കപ്പടിക്കാൻ പറ്റും എന്ന് പറയില്ല, പക്ഷെ ഫൈനൽ നമുക്ക് കളിച്ചു പോകാൻ പറ്റും ഷുവറായിട്ട്. കാരണം ഞാനൊരു സീസൺ കളിച്ചതിനെ കൊണ്ട് ഏതൊക്കെ എനിക്കറിയാം, അവരെ ഏതൊക്കെ ഷോട്ട് കളിക്കും, എന്തൊക്കെയാണ് അവരുടെ കാപ്പബിലിറ്റി എന്ന് എനിക്കും അറിയാം. അങ്ങനെ ഞാൻ പുഷ് ചെയ്തിട്ട് ഞങ്ങൾ എന്താക്കി ടീം ഇറക്കാന്ന് വിചാരിച്ചു. അതേ സെയിം ടൈമിലാണ് ഈ ഞാൻ ആദ്യം ഗസ്റ്റായി കളിച്ച ടീം ലൂച്ച് ടൈഗേഴ്സ് എന്ന് പറയുന്ന ടീം അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇനി വരുന്നില്ല, ലൂച്ചി എന്നുള്ള പിള്ളേർ അധികം ഇല്ല, ആകെ 2 പേരുള്ളൂ, സൗരഭായും മറ്റുള്ള പേരായിരുന്നു വേറെ പയ്യൻകുട്ടീൻ്റെ പേര് മറന്നു, അവർ 2 പേരെ വരുന്നുള്ളൂ, ഈ 2 പേരുള്ളൂ. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, നീ ക്യാപ്റ്റനാവ്, ഈ ലൂച്ച് ടൈഗേഴ്സ് എന്നുള്ള ടീമിൻ്റെ നീ ക്യാപ്റ്റനായിട്ട് ഈ ടീം നീ ഓൾറെഡി മലയാളികൾ എടുക്കുന്നുണ്ട് പറയുന്നുള്ളൂ, ആ പ്ലേയേഴ്സിനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ടീം കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ സൗരവ് ഭായി ആയിരുന്നു അന്നത്തെ ക്യാപ്റ്റൻ. അപ്പോൾ സൗരവ് ആ സമയത്ത് പറഞ്ഞിട്ടാ ഞാനും ഉണ്ടാവില്ല, ഞാൻ ചിലപ്പോൾ വരുള്ളൂ. പിന്നെ അവൻ ആ സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് തിരക്കിയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഈ ടീം അക്യൂർ ചെയ്തു. പക്ഷേ ലൂച്ച് ടൈഗേഴ്സ് എന്ന് പറയുന്ന പേര് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഉള്ള വാർസോത്തെ ചെക്കന്മാർ വെച്ച് കളിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ സൗരവിനോട് സംസാരിച്ച് പറഞ്ഞു ഈ മാറ്റിയിട്ട് വാർസോ ടൈഗേഴ്സ് നോക്കാം. അങ്ങനെയാണ് ഈ നെയിം ഒറിജിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് കാര്യം കഴിഞ്ഞപ്പോൾ അവരും വരവ് നിന്ന്. അതിൽ മറ്റേ പയ്യനെന്ന് പറയുന്നവൻ ന്യൂസിലാൻഡ് പോയി, ഇപ്പം പിന്നെ ഫാമിലി ആയിട്ട് ഇവൻ ബിസി ആയി. പിന്നെ ഇപ്പോൾ ആ ടീമിൽ ഫുൾ 23-24 പ്ലേയേഴ്സ് ഉണ്ട്, കംപ്ലീറ്റ്ലി മലയാളീസാണ്. നമ്മളിപ്പോൾ ഈ പറയുന്ന ടൂർണമെന്റിൽ നമ്മൾ ഒരു വട്ടം കപ്പടിച്ച് 7 വട്ടം ഫൈനൽ തോറ്റിട്ടുണ്ട്. 7 വട്ടം റണ്ണേഴ്സ് അപ്പും 1 വട്ടം കപ്പടിച്ച ടീമാണ്. സ്പോൺസർ ഒക്കെ എങ്ങനെയാണ്? സ്പോൺസർ ആർക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ടീമുണ്ട്, കിറ്റൊന്നുമില്ല, കിറ്റിന്റെ ആവശ്യമില്ല, നമ്മൾ ലെതറിലല്ല കളിക്കുന്നത്, സോഫ്റ്റ് അല്ലേ. സോഫ്റ്റിന് ഹെൽമെറ്റ് പാഡ് ഒന്നും വേണ്ട, ജസ്റ്റ് ബാറ്റ് മതി. ബാറ്റ് നമ്മൾ ഓൾറെഡി പേഴ്സണൽ ബാറ്റ്സ് ഒരു 6 എണ്ണം ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് ജേഴ്സിന് ഒരു ഫണ്ട് വരും, അല്ല ഈ ഒരു എമൗണ്ട് നമുക്ക് തരും. അപ്പൊ അതുകൊണ്ട് റാഹത്തായിട്ട് ഇപ്പൊ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പൊ മറ്റേ ഈ അക്കാഡമിനെ കുറിച്ച് പറഞ്ഞില്ല, ഇപ്പൊ അക്കാഡമിന്റെ അവസ്ഥ എന്താണ്? എത്രത്തോളം ഡെവലപ്ഡ് ആണ്, എത്രത്തോളം ആക്റ്റീവ് ആണ്? എത്രത്തോളം ആക്റ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഈ ഡിസംബർ 17 നമ്മളൊരു വേൾഡ് ക്രിക്കറ്റ് ടൂർണമെന്റ് സോഫ്റ്റ് ബോളിൽ, നമുക്ക് ഈ പറയുന്ന പോലെ വേൾഡ് കപ്പ് എന്നൊക്കെ പറയുന്ന പോലെ സോഫ്റ്റ് ബോൾ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞൊരു ആശയം മുംബൈയിലുള്ളതിന്റെ സോഫ്റ്റ് ബോൾ ഹെഡിന്റെ ഒരാളുണ്ടായിരുന്നു, നമ്മൾ മരണപ്പെട്ടു 4 മാസം മുന്നേ. അയാൾ ഇനീഷ്യേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഏകദേശം ഓൺ ദ ലൈൻ ആയിരുന്നു. അപ്പോൾ ഈ പറയുന്ന കുമാർ എന്ന് പറയുന്ന ആളാണ് യൂറോപ്പിലെ സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് ക്ലബിന്റെ പ്രസിഡന്റ്. അയാൾ അത്യാവശ്യം സൗണ്ടഡ് ആണ് സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് ക്ലബിൽ. അപ്പം മൂപ്പര് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പോളണ്ടിൽ നിന്ന് ഒരു ടീം, സോഫ്റ്റ് ബോൾ കളിക്കാനുള്ള ടീം, അത് അയാൾ കംപ്ലീറ്റ്ലി മെറിറ്റ്. അയാളുടെ ട്രാക്ക് ഒക്കെ ഉണ്ട്, ഫ്രം 2019-2024 ഒരു അപ്ലിക്കേഷൻ ഉണ്ട് അയാൾക്ക്, SCCന്റെ അപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ 2019 മുതൽ കളിച്ച എല്ലാ ടൂർണമെന്റ്സിന്റെ റെക്കോർഡ്സ് ഉണ്ട്, എല്ലാ ടൂർണമെന്റ്സിന്റെയും വീഡിയോസ് ഉണ്ട്, ആരുടെ ഒക്കെ സ്റ്റാറ്റ്സ്. ഇപ്പോൾ ഓൾ ടൈം എടുത്തു കഴിഞ്ഞാൽ എന്റെ പൊസിഷൻ എവിടെയൊക്കെ എടുക്കണേ, ബാറ്റിംഗിൽ, ബൗളിംഗിൽ, ഫീൽഡിൽ എല്ലാ കംപ്ലീറ്റ്ലി റെക്കോർഡിങ്ങിലാണ്. അപ്പൊ അതിന്റെ മെറിറ്റിൽ ആളൊരു 11 സെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നു. ഈ പറയുന്ന പോളണ്ടിനെ റെപ്രസെന്റ് ചെയ്ത് ഇന്ത്യയിൽ പോയി കളിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നു. അതൊരു 5 മാസം മുന്നെയാണ് എന്നോട് പേഴ്സണലി പറഞ്ഞത്, അത് ഒഫീഷ്യൽ അല്ല, പേഴ്സണലി പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ മുംബൈയിലുള്ള ആ ആൾ മരിച്ചുപോയി, ആ മരിച്ചപ്പോൾ ഈ പ്ലാൻ ഡ്രോപ്പ് ആയി. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ SCCക്ക് ഭയങ്കര ഒരു ബൂസ്റ്റ് ആയിരുന്നു. കാരണം ചില്ലറ പരിപാടിയല്ല, കാരണം എല്ലാം സ്പോൺസേഴ്സ് ആയിരിക്കും, എല്ലാം സ്പോൺസർ. നമ്മൾ ഇവിടുന്ന് നമ്മൾ എടുത്തിട്ട് ഇന്ത്യയിൽ പോയിട്ടാണ് കളിക്കുന്നത്. അപ്പൊ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ബൈ സംവൺ. അത് വേറെ ലെവലില്. നമ്മളൊക്കെ ചെറുപ്പത്തിലുള്ള ഡ്രീമാണ്. ഒക്കെ വേറെ ക്ലബിന് വേണ്ടി 10 പൈസ ചെലവില്ലാതെ പോകുന്നു, കളിക്കുന്നു, മുട്ടടിക്കുന്നു, അതേപോലത്തെ ഒരു അവസ്ഥ അല്ലേ. അപ്പൊ അത് ഭയങ്കര ഒരു വൈബ് സാധനം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. ഞാൻ വേറൊരു കാര്യം കേട്ടു, ഇപ്പൊ ഒളിമ്പിക്സിൽ ഇനിയിപ്പോ ക്രിക്കറ്റ് വരാൻ പോവാണല്ലോ. അപ്പോൾ ഈ യൂറോപ്യൻ ടീംസ് ഒക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഒരു കോച്ചിനെ പരിചയപ്പെട്ടിരുന്നു. പുള്ളി ചെന്നൈയിലുള്ളതാണ്. പുള്ളി ജർമ്മൻ അണ്ടർ-19 ടീമിന്റെ എന്തോ കോച്ചാണ്. അപ്പോൾ അവര് പറയണത് ഇപ്പൊ ഒരു യൂറോപ്പിൽ ഒരു മൂവ്മെന്റ് ഉണ്ട്, അതായത് ഒളിമ്പിക്സിന് ക്രിക്കറ്റ് വരുന്നോണ്ട് ഇവരെ ആൾക്കാരെയും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ കുറെ പോളിഷ് ആൾക്കാർ ഇപ്പൊ കളിക്കാൻ തുടങ്ങിയല്ലോ ക്രിക്കറ്റ്. ഇപ്പൊ ക്രിക്കറ്റ് ഇതായി ശ്രദ്ധ നേടി വരുന്നുണ്ട്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇവിടെ വന്ന സമയത്ത് നമ്മൾ ഈ IPL ഒക്കെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പ്ലേ ചെയ്യും,
സ്ക്രീനിലൊക്കെ പ്ലേ ചെയ്യുമ്പോ ഒരു വന്നിട്ട് ചോദിക്കും ഇതെന്ത് കളിയത് പന്തെറിയണ് അടിക്കണോണ്ട് ബേസ്ബോൾ ആണ് വെച്ചല്ല പക്ഷെ ഇപ്പൊ ഇത് കൊറേ മാറിയില്ലേ അല്ലേ. അവരെ ഫസ്റ്റ് തോട്ട് ഇത് ബേസ്ബോളിന്റെ ഏതോ ഒരു ഇന്ത്യൻ വേർഷൻ ഇംഗ്ലണ്ട് ഒറിജിനൽ നമ്മൾ കണ്ടുപിടിച്ചതല്ല. നമ്മളാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് കൊണ്ടുനടക്കുന്നതൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം. പക്ഷെ ഈ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഒളിമ്പിക് സ്പോർട്ട് ആവുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരു ഐ ഓക്കെ അതൊരു എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ജെൻസ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, അത് ഡസന്റ് മാറ്റർ, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. 46 35 ഇന്ത്യ ഓൾറൈറ്റ് പല വട്ടം, പിന്നെ അതൊന്നും കാര്യമില്ല. ഈവൻ ചെറിയ ടീമിനൊക്കെ ഓൾറൈറ്റ് പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അത് രണ്ട് രീതിയിലുള്ള പോസിബിലിറ്റി ആണ്. കൺട്രിക്ക് മെഡൽ കിട്ടാനുള്ളത്, പിന്നെ എങ്ങളെ പോലത്തെ ആൾക്കാർക്ക് കൺട്രിക്ക് വേണ്ടി കളിക്കാനുള്ള ഒരു പോസിബിലിറ്റി ആണ്. നമ്മള് എന്ത് കോമ്പറ്റീഷൻ ആണെങ്കിലും നമ്മള് മെഡലിന് വേണ്ടിയിട്ടായിരിക്കും പരിശ്രമിക്കുക. ബട്ട് അതിനേക്കാൾ ഉപരി പാർട്ടിസിപ്പേഷൻ തന്നെ ഒരു വിജയമാണ് ഒരു സംഭവം ഉണ്ട്. കാരണം ഔട്ട് ഓഫ് ഇത്ര ആൾക്കാരിൽ നിന്ന് നമ്മളൊരു 24 പേര് സെലക്ട് ആവുന്നത് ഒരു 5 കൊല്ലമൊക്കെ മുന്നേ വരെ വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ടീം 16 ടീം. ഇപ്പൊ അതല്ല, ഇപ്പൊ 24 ടീം 24 കൺട്രീസ് വന്നു തുടങ്ങി. നമ്മള് USA കഴിഞ്ഞ വേൾഡ് കപ്പിലെ അതിലത്തെ സ്ക്വാഡ് എടുത്തു കഴിഞ്ഞാൽ കാണാം ഒരുപാട് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. കാരണം ഏത് രാജ്യത്ത് ഇപ്പൊ പോളണ്ടിന്റെ ലെതർ ടീം എടുത്ത് നോക്കിക്കേ 3 ഇന്ത്യൻസ് ഉണ്ട്. ഒഫീഷ്യൽ ടീമിലോ? ഒഫീഷ്യൽ ടീം പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷെ പ്രഖ്യാപിക്കും ഉസ്മാനി ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടാവും. അവരെന്റെ പൊന്നെ കിട്ടില്ല പ്ലേയേഴ്സ്. അപ്പൊ അതൊക്കെ അവരൊക്കെ കയറി പറ്റും. കാരണം ഇവിടെയുള്ള പോളിഷുകാരേക്കാൾ കാലിബർ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പോളിഷുകാർ ബൗളിങ് നല്ലതാണ്. കാരണം ഇവരെ ജനറ്റിക്കലി ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു 6 ഫൂട്ടും മസ്കുലറാണ്. അപ്പൊ അവർക്ക് ആം സ്ട്രെങ്ത് ഭയങ്കര ആയിരിക്കും. നമ്മളെ ഒരു ഇന്ത്യൻസ് പാകിസ്ഥാനികൾക്ക് ആം സ്ട്രെങ്ത് ഉണ്ട് നമ്മളെക്കാളും. അപ്പൊ നമ്മളെക്കാളൊക്കെ കിട്ടില്ലാണ്ട് ബൗൾ ചെയ്യും. പക്ഷെ ആ ഒരു ടാക്ടിക്സ് ഒന്നും അറിയണ്ടാവില്ല. കറക്റ്റ് കാര്യങ്ങള് ട്രെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് പൊളിയാണ്. ഇവര് നല്ല ഓൾ യൂറോപ്യൻസ് അങ്ങനെയാണ്. എല്ലാവരും ഹൈറ്റ് ബെൽജിയൊക്കെ ആലോചിക്കുക ഓൾറെഡി എല്ലാവരും 6 ഫൂട്ടിന് പയമാരാണ്. അവരൊക്കെ ഈ സ്പോർട്ട് കറക്റ്റ് പഠിച്ച് അടുത്തൊരു 5-10 കൊല്ലം കഴിയുമ്പോഴേക്കും അവർക്ക് കിട്ടില്ല പ്ലേസ് ആവും. എളുപ്പം പറ്റില്ല, പക്ഷെ എന്നാലും ഒരു കോമ്പറ്റീഷൻ ആവാണ്. ഇപ്പൊ ശരിക്കും ബെസ്റ്റ് ടീം പറഞ്ഞ ലോകത്ത് എത്ര കൺട്രീസ് ഉണ്ട്? നമുക്ക് വരലെണ്ണാവുന്ന ടീമല്ലേ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റും. കളിക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ഫിറ്റ് ആയ ആൾക്കാർ വരുമ്പോ ആ കോമ്പറ്റീഷൻ തന്നെയല്ലേ, ഗ്രൂപ്പ് കടന്ന് പോകണ്ടേ. 4 പേരുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് ഔട്ട് ഓഫ് ടോപ്പ് 2 വന്നാലേ കയറി പോകാൻ പറ്റുള്ളൂ. ഈ പറയുന്ന ബെൽജിയവും ജർമ്മനിയും പോളണ്ടും കാര്യമൊക്കെ നാളുകളിൽ വന്നു കഴിഞ്ഞാൽ അവരും എഴുതി തള്ളാൻ പറ്റുന്നില്ല. പണ്ട് നമ്മള് പറയും കെനി സിംബാബൊക്കെ തന്നെ അതൊക്കെ തൂറ്റിടും, സച്ചിനൊക്കെ അടിച്ചിട്ട് അവറാക്കും. ആ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. കാരണം ലാസ്റ്റ് വേൾഡ് കപ്പിൽ അഫ്ഗാനിസ്ഥാൻ കാണിച്ചിട്ടില്ല. നമ്മള് പണ്ട് ജിജൂബി എന്ന് പറയുന്ന ടീമാ എന്നല്ലപ്പോ അവരും കളിക്കും. എസ്പെഷ്യലി 20 ഓവേഴ്സ് അയ്യോ റാഷിദ് ഖാനൊക്കെ ക്ഷഞ്ഞവർക്കും. ലാസ്റ്റ് ഇപ്പൊ മാക്സ്വെൽ ഒരു വണ്ടർ കാണിച്ചത് കൊണ്ട് മാത്രമാണ് അവരാ കളി ജയിച്ചതും കപ്പടിച്ചതും. 200 സിംഗിൾ ഹാൻഡിലാണ് ഹാൻഡിൽ ചെയ്തത്, അതും ഔട്ട് 6 വിക്കറ്റ്. 50 ഓവേഴ്സിൽ 50 ഓവേഴ്സിലായിരുന്നു. ഞാൻ പറയുന്നത് ഈ പറയുന്ന ജയന്റ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ടീമിനെ വരെ ഒരു പോയിന്റിൽ കളി തോറ്റ പുറത്താണേ. അങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേജിലോട്ട് വരെ അഫ്ഗാനിസ്ഥാൻ പുൾ ഓഫ് ചെയ്ത കളിയാണ്. അന്ന് മാക്സ്വെൽ കളിച്ചില്ലെങ്കിൽ ഒരു ഡേ ആയിരുന്നു. അതും ഹാംസ്ട്രിങ് വന്നിട്ട് കളിക്കുന്നത്, ഓടാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു ഗെയിം, ഭയങ്കര മിറാക്കിളായിട്ടുള്ള വളരെ കുറച്ച് ഗെയിംസേ ഉള്ളൂ അങ്ങനെ. മറ്റേ ബെൻ സ്റ്റോക്ക് ബ്രൈറ്റ് കളിച്ച കളി, ടെസ്റ്റിൽ സിംഗിൾ ഹാൻഡിൽ 100 അടിച്ച് കളിപ്പിച്ചൊരു ടെസ്റ്റ്. ഈ 50s ഇപ്പൊ ഇത്, പിന്നെ 2020 പിന്നെ വിരാട് കോഹ്ലി പാകിസ്ഥാനായിട്ട് കളിച്ച് ജയിപ്പിച്ച കളി. വളരെ ചുരുങ്ങിയ സാധനമുള്ളൂ. നമ്മളിങ്ങനെ ഒറ്റടിക്ക് ഇപ്പോൾ ഒരാളെന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 സാധനം പറയും. ടെസ്റ്റിൽ നിന്ന് അത് പറയും, വൺ ഡേയിൽ മാക്സ്വെലിന്റെ പറയും, ഈ T20 മറ്റേ പെട്ടെന്ന് നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്ന കുറെ സ്ട്രോക്ക്. വേറൊരു കളി ഉണ്ടായിരുന്നില്ല സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ 400. അത് 2 ടീം എക്സലന്റ് അല്ലേ കളി. ഞാനത് ഹിസ്റ്ററി അല്ലേ സത്യം അല്ലേ. പ്ലസ് ടു പഠിക്കുമ്പോഴേ കല്ലൂർ പ്ലസ് ടു പഠിക്കുമ്പോ എന്റെ ക്ലാസ്മേറ്റ് സാധിക്കുന്നുണ്ട്. അവൻ ഓസ്ട്രേലിയൻ ഫാനാണ്. ഇതിന്റെ മെഗ്രത്ത് വരുന്നു, സച്ചിൻ ഔട്ടാകുന്നു. ഈ ബ്രെഡ്ലി ഇവരൊക്കെ വരുമ്പോ തന്നെ നെഞ്ചടിക്കും, അയ്യോ ഓർന്ന് കഴിഞ്ഞു പോയിരുന്നു എന്റെ സച്ചിൻ. ഇവൊക്കെ സ്കീമാ. അപ്പൊ എനിക്ക് ഒരു ഇഷ്ടമല്ല. അപ്പോ സൗത്ത് ആഫ്രിക്ക, അന്നത്തെ സൗത്ത് ആഫ്രിക്ക സ്മിത്ത് ഒക്കെ ഉള്ള നല്ല ടീമാണ്, ടീം ഇടലാണ്. പക്ഷെ
ഓസ്ട്രേലിയ തോൽപ്പിക്കാൻ മാത്രം ടീമൊന്നും ഇല്ല. ഐ മീൻ ഇൻ പേപ്പറിൽ പേര് എഴുതി നോക്കുമോ. എന്നാൽ ഇവനോടുള്ള ദേഷ്യം ആ ടീമിനോടുള്ള ദേഷ്യം വെച്ചിട്ട് പറ്റില്ലണ്ടാ. ആ കാലം വെച്ചിട്ട് ഞാനും ആശിമും 50-നോ 100-നോ വലിയ കാശല്ല ഞാൻ പ്ലസ് ടു പഠിക്കുന്ന 10-14 കൊല്ലം മുന്നേ പോകുന്ന ഉറപ്പാ. അതുകൊണ്ട് ഞാൻ 1 മണിക്ക് കൂട്ടുപിടിച്ച് അങ്ങനെ വെച്ചി സാധിക്കണൊക്കെ. കാരണം അവിടെ ഒന്നും കിട്ടില്ല ടീമാ. 3 വേൾഡ് കപ്പൊക്കെ അടിപ്പിച്ചടിച്ചിരിക്കുന്ന ടൈമല്ലേ. ഇവനും വെച്ചി കളി കാണാൻ പോലും ഇതില്ല. നമ്മൾ മറ്റേ സോണി എറിക്സനെ തോന്നുന്നുണ്ട് നാഷിൻ്റെ ഫോൺ, അതിലങ്ങനെ നോക്കുക എന്തരായ ഇവര് 400 അടിച്ചിരിക്കുന്നത്. ഞാൻ പോയി അന്നാണ് ആദ്യമായിട്ട് 400 അടിക്കുന്നത്. അതാണ് ഇപ്പോഴും അതാണോ അല്ല, അത് അതാണ് തോന്നുന്നുണ്ട് ഹൈയസ്റ്റ് സ്കോർ. 400-ന്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ബോളിംഗ് ലൈനപ്പ് ഉണ്ടെങ്കിൽ ജയിക്കൂലോ. അപ്പോഴേ സാധിക്കും. എടുത്തെടുത്ത മക്കളെ കാശൊക്കെ എടുത്തോ. അപ്പൊ ഇവിടെ വെറുതെ ഡിഫൻസീവ് ആയിട്ട് പോയടാ ചെക്കനൊക്കെ ഒരാളടിക്കൂല നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് ക്ലാസ് വിടുമെന്ന് എൻ്റെ സ്കൂളിൽ. അങ്ങനെ തൃശ്ശൂർ ജില്ലയിലത്തെ 2ാമത്തെ ഏറ്റവും വലിയ സ്കൂളാണ്. അപ്പോൾ ആ ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്ലസ് 2-കാരെ 3 മണിക്ക് വിടും. അപ്പോൾ സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങണുള്ളൂ. അപ്പോൾ എനിക്ക് കാശ് കൊടുക്കണ്ടേ. അതിനോട് ഞാൻ ആശുപ മുങ്ങി വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ വന്നിട്ട് മനസ്സിലൊക്കെ നോക്കൂലോ. കളി വെക്കുമ്പോ ബൗച്ചറും സ്മിത്തും ഗിബ്സും പെരുന്നാളി സന്തോഷം കൊണ്ട് ഇന്ത്യ ജയിക്കണം. അത്ര സന്തോഷാ. അവിടെ 50 രൂപ കിട്ടണോണ്ടല്ല. എന്ത് നട്ടി ഒരു രക്ഷല്ല. ലാസ്റ്റ് എൻറ്റീനിയാണോ ബൗച്ചറാണോ അറിയില്ല. പാർട്ട്ണർഷിപ്പ് ലാസ്റ്റില് ഓവർ ദ ഹെഡ് മിഡ് ഓഫിൽ ഒരു ഇങ്ങനെ നമ്മള് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇപ്പൊ ബെറ്റിംഗ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇതേമാതിരി ഒരു വട്ടം ചെന്നൈ മുംബൈ ഒരു കളി, ചെന്നൈ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് 215 എന്തോ എടുത്തിട്ട് 2021 തോന്നുന്നുണ്ട്. അപ്പോ മുംബൈ അപ്പൊ മോശം ഇതാണ്, ഫോമിലല്ല, തോറ്റിരിക്കുന്ന സമയം. അതിൽ ഞാനും എന്റെ റൂമിലെടുത്തലും വെറുതെ വാശിക്ക് ഞാൻ വിചാരിച്ചു അഥവാ മുംബൈ ജയിച്ചാലോ എന്നിട്ട് മുംബൈയിൽ പൈസ ഇട്ടു. മുംബൈ എന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പൊള്ളാട് വന്നിട്ട് അടിച്ച് ജയിപ്പിച്ചു കളി 200+. അപ്പൊ അതിൽ ആ വിജയം ഇപ്പൊ ചിലപ്പോ 200 എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയി കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാണ്. ഫുട്ബോളിലാണെങ്കിലും ഈ ഇപ്പൊ പറഞ്ഞു ഫുട്ബോള് ക്രിക്കറ്റില് അൺഎക്സ്പെക്ടഡ് അല്ല, നമുക്ക് പ്രെഡിക്റ്റബിൾ ആണെന്ന്. പക്ഷെ ഒരു പരിധി വരെ ഇപ്പൊ 20 ഓവർ മാച്ച് ഒക്കെ അൺഎക്സ്പെക്ടഡ് ആണ്. ലിമിറ്റഡ് ഓവർ ഭയങ്കര. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാൽ ലാസ്റ്റ് വേൾഡ് കപ്പ് ഓസ്ട്രേലിയനായിട്ട് നമ്മള് ഫൈനൽ കളിച്ചില്ലേ, സോറി സൗത്ത് ആഫ്രിക്കനായിട്ട്. സൗത്ത് ആഫ്രിക്കയിൽ കളിക്കുമ്പോൾ ലാസ്റ്റ് 5 ഓവർ 30 ബോളിൽ 26 റൺ മതി ജയിക്കാൻ. ആ ഒരു ഗ്രീസിൽ നിൽക്കുന്നത് ആ സമയത്ത് മില്ലറാണ്, ഹറാമി. അവൻ അടിച്ച് ചവറാക്കും. അവൻ നിൽക്കണ സമയത്ത് ഒരു കാരണവശാൽ കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം ജയിക്കും എന്ന് ജയിക്കാൻ പറ്റില്ല. പക്ഷെ അത് ബുംറ വന്ന് നോക്കൗട്ട് ചെയ്ത് പോയി. ഹർഷദീപ് അതാ ആ പ്രഷറിലും പ്രൊഡിക്റ്റബിൾ വെച്ചാല് നമ്മളിപ്പോ വിന്നിങ് പ്രൊഡക്ഷൻ നോക്കുമ്പോൾ 80 ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കക്ക്, നമുക്ക് 20 ആണ്. അവിടെ നിന്നാണ് ടേബിൾ തിരിച്ചിട്ട് നമ്മൾ ജയിക്കുന്നത്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയ കുറെ ഫോർമാറ്റ് കുറെ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ 20 ഓവറിൽ. അതായത് മറ്റേ ഇമ്പാക്ട് പ്ലെയർ ഫോർ എക്സാമ്പിൾ, പിന്നെ ബാറ്റിംഗ് പവർ പ്ലേസ് ഓലത്ത് അൺഎക്സ്പെക്ടഡ് ആക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ സഞ്ജുവിന്റെ തിരിച്ചുവരനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാല്ലേ? ഇപ്പൊ ചക്കന് 3 സെഞ്ചുറി ഒക്കെ അടിച്ച് 3 സെഞ്ചുറി ഒക്കെ അടിച്ച് 2 പോട്ടെ, പക്ഷെ 3 അടിച്ചല്ലോ, സെഞ്ചുറി അടിച്ചില്ല. 2 പോട്ടെ. അതവിടെ ഇപ്പൊ നിങ്ങളിപ്പോ T20 ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ച പ്ലേയേഴ്സിന് എടുത്ത് നോക്കുമ്പോൾ 3-ാം സ്ഥാനത്ത് സഞ്ജു എടുക്കുന്നത്. ഈ സഞ്ജു ആണ് ആ ടേബിളിൽ ഏറ്റവും കുറവ് ഇന്നിങ്സ് കളിച്ചല്ല, മാച്ച് കളിച്ചിട്ടുള്ള ആള് സഞ്ജു ആണ്. 7 കൊല്ലം എടുത്തിട്ടുണ്ട് സഞ്ജു T20 7 കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സ്പാനായി. 7 കൊല്ലത്തിലാകെ 10-30 കളി കളിച്ചിട്ടുള്ളൂ. ആ ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് എന്താ എനിക്ക് പറയാനുള്ളത്? ഇപ്പൊ നാട്ടിലും ഉണ്ടാവില്ല, നമ്മുടെ നാട്ടിൽ ഇപ്പൊ നിങ്ങൾ തൃശ്ശൂര് ഗവാസ്കർ അല്ല ഏറ്റവും കൂടുതൽ സെഞ്ചുറി ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ അത് ടാർഗറ്റ് എന്ന് മാത്രമല്ല, കാരണം ഈ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് ഇന്ത്യയിൽ ഭയങ്കര ടാലൻസ് ഉണ്ട്. അതിലുള്ള ആൾക്കാരുണ്ട്. നമുക്ക് സഞ്ജുവിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് അവനെ തഴയപ്പെടുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ടാലന്റ് ഉണ്ട് അവിടെ.
പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു കോമ്പിനേഷൻ അല്ലേ. നമ്മളിപ്പോൾ ഫുട്ബോളിലേക്ക് റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും മിഡും കറക്റ്റായാലല്ലേ ഒരു സാധനം. അപ്പോൾ ഈ പറയുന്ന പോലെ ഓപ്പണിങ് സഞ്ജു കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനും കളിക്കാൻ പറ്റും, ടോപ്പ് ഓർഡറും കളിക്കാൻ പറ്റും, ഓപ്പണറും കളിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ആയിരുന്നു ഒരു കാലത്ത് രാഹുൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. അതുകൊണ്ട് ഇഷാൻ കിഷൻ, അങ്ങനെ കാർത്തിക്, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ വേറെ സെക്കൻഡ് ഉണ്ടല്ലോ ആക്സിഡന്റ് ആയി. ഈ പറയുന്ന ഇതില് പ്രശ്നം ഉണ്ടെങ്കിൽ 2 പേര് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. ഈ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ടീമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബെനിഫിറ്റാണ്. കാരണം ഒരു എൻഡിൽ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനും ഒരു എൻഡിൽ ലെഫ്റ്റ് ഹാൻഡ് ആകുമ്പോൾ ഫീൽഡിങ് സെറ്റപ്പും ബൗളി എറിയണ ആൾക്കാർക്കൊക്കെ കൺഫ്യൂസിങ് ആവും. ഒരാൾക്ക് റൈറ്റിൽ നിൽക്കുമ്പോൾ അതിൽ പോലെ എറിയണം, അപ്പോൾ അയാൾ സിംഗിൾ കഴിഞ്ഞാൽ അടുത്ത ലെഫ്റ്റ് ഹാൻഡ്. അപ്പൊ അത് ആ പറയുന്ന ഓപ്പോസിറ്റ് ടീമിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരെപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് വിക്കറ്റ് കീപ്പർ ഉണ്ടെങ്കിൽ കുറച്ച് പ്രിഫറൻസ് കൊടുക്കും. പിന്നെ ഈ പറയുന്ന കുറച്ചൊക്കെ തടയലുണ്ട്. സൗത്ത് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സാധനം കുറച്ച് തടയലുണ്ട്. ഇനി അറിയാൻ പറ്റില്ല, കണ്ണടയ്ക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഗില്ലിന്റെ സ്പോട്ട് പോയി പന്ത് ചിലപ്പോൾ പോവില്ലായിരിക്കും. സഞ്ജു ഫീൽഡറായി നിർത്തിയിട്ട് പന്തിനെ കീപ്പറാക്കി നിർത്തിയിട്ട് പന്തിനെ ഇപ്പോൾ ഡിമാൻഡ് IPL മോസ്റ്റ് 27 കോടിക്കാണോ 27 കോടിക്ക് വെട്ടിച്ചു. മറ്റേ അയ്യറിനെ വെട്ടിച്ചു 25 നല്ല ഡിമാൻഡാണ് പന്തിന്. പന്തിന്റെ പിന്നെ ഇൻസ്പയറിംഗ് സ്റ്റോറി തന്നെയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓനെ തീർന്ന് വിചാരിച്ചിരുന്നോടത്ത് തിരിച്ചു വരുന്നത് പന്തെന്നൊക്കെ പറഞ്ഞാൽ മിറാക്കിൾ കിട്ടാണ്. അപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല, ഏത് വലിയ ബോളർ വന്നെങ്കിലും അവിടെ അടിക്കും. പിന്നെ ഓന്റെ കൺവെൻഷനും അല്ലല്ലോ ഷോട്ട്, അങ്ങോട്ട് തിരിഞ്ഞ് തോണ്ടി അടിക്കല് ഫുള്ള് ഓർത്തഡോക്സ് ഷോട്ട് അല്ലേ. ഇപ്പൊ ലാസ്റ്റ് ടെസ്റ്റില് ഹെസൽവുഡിനെ തോന്നുന്നു, ഹെസൽവുഡിനാണോ സ്റ്റാർക്കിനെ തോന്നുന്നു, ഇരുന്ന് ബാക്കിലേക്ക് സ്വീപ്പിൽ 6 സ്റ്റാർക്കിനെ 450 എറിയുന്ന മനുഷ്യനെ ടെസ്റ്റില് നീ എന്താ ഞാക്കൊന്നുമില്ല. അപ്പൊ ഇന്ന് ഔട്ടായി കണ്ടില്ലേ. ഇപ്പോൾ ലാസ്റ്റ് കളി ഇപ്പോൾ ഔട്ടായത് തന്നെ സ്പിന്നറെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ലോങ് ഓഫ് ലിസ്റ്റ് അടിക്കാൻ നോക്കിയത് കീപ്പർ തമ്പിട്ട് പോയി. 3 ബോൾ ഫേസ് ചെയ്തിട്ടുള്ളൂ. ടെസ്റ്റിൽ വന്ന് ഒരു 10-15 ബോൾ ഫേസ് ചെയ്ത് 1 ബോൾ മര്യാദക്ക് മിഡിൽ തുടങ്ങിയാലേ ആൾക്കാർ റിസ്ക് എടുക്കുള്ളൂ. അവൻ 3 ബോൾ ഫേസ് ചെയ്ത് ഒറ്റ റണ്ണ് സ്കോർ ചെയ്തിട്ടില്ല. 4ാമത്തെ ബോൾ സ്റ്റെപ്പ് ഔട്ടാണ്. മൈൻഡ് സെറ്റ് അങ്ങനെ ഡയറിങ് ആണ്. അത് കാരണം നല്ല വില ഉണ്ട്. കാരണം പണ്ട് നമ്മളുടെ ഈ സേവാഗിനൊക്കെ ഉണ്ടായിരുന്ന ഇതുണ്ട്, ബോളേഴ്സിന് ഒരു ബാറ്റ്സ്മാൻ സേവാഗ് വന്ന് നിൽക്കുമ്പോ തന്നെ അടിക്കാൻ തന്നെ പാട്ടൊക്കെ പാടിയിട്ട് എങ്ങനെ അറിഞ്ഞിട്ടും കാര്യമില്ല, എവിടെ അടിക്കും. 194 6 അടിച്ചിട്ടാണ് 200 ആയതെന്ന്. അയാൾക്ക് അങ്ങനത്തെ ചിന്താഗതി ഒന്നുമില്ല. അപ്പൊ അതാണ് ഇപ്പൊ സഞ്ജുവിനൊക്കെ പ്രൈസ് ചെയ്യുന്നത്. അതേ ഒരു മൈൻഡ് സെറ്റ് ആണ്. കിട്ടിയാ കിട്ടിയില്ല. പിന്നെ അതന്നെയല്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യണേ. സഞ്ജുന്റെ ശ്രദ്ധിച്ചോന്നറിയില്ല, സഞ്ജുന്റെ ഗെയിം പ്ലാൻ ഒക്കെ മാറി. സഞ്ജു വളരെ മെച്ചോർഡായിട്ട് കളിക്കുന്നത്, നല്ല രസമായിട്ട് കളിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ട്. റിക്കി പോണ്ടിങ്, ഗിൽക്രിസ്റ്റ് എന്തോരം പേരെ പ്രൈസ് ചെയ്യുന്ന സഞ്ജുവിനെ കുറിച്ചിട്ട്. ഗെയിം മാത്രമല്ല, മുപ്പര് നല്ല ക്യാപ്റ്റനാണ്. ഇപ്പൊ രാജസ്ഥാന് വേണ്ടി ആലോചിച്ച് നോക്കി, നല്ല സ്കൗട്ടിങ് ആണേലും. ഇപ്പൊ ഓപ്ഷൻ നടക്കുമ്പോ ഇവര് രാജസ്ഥാന്റെ മീറ്റിംഗിലൊക്കെ സഞ്ജു ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. ഇപ്പൊ രാജസ്ഥാന്റെ 2 ദിവസം മുന്നത്തെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടിരുന്നു, സഞ്ജു ജോയിൻ ചെയ്ത്. ഇത് ഡിസ്കഷൻ സഞ്ജു അല്ലേ, അത് നോർമലാണോ? കാരണം ഏത് ക്യാപ്റ്റനോടാണെങ്കിലും മാനേജ്മെന്റ് ചോദിക്കുന്നത് ഇന്ന പ്ലേയേഴ്സിനെ എടുത്തോട്ടെ, യൂസ്ഫുൾ ആവും, നിങ്ങൾക്ക് അയാളെ യൂസ് ചെയ്യാൻ പറ്റുന്ന അതൊരു ഇതാണ്. പക്ഷെ രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്ന ആൾക്കാർ സഞ്ജുവിന് കൊടുക്കുന്ന വാല്യൂ ഭയങ്കര കൂടുതലാണ്. നന്നായിട്ട് ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ക്യാപ്റ്റൻ ആവാനൊക്കെ പറയുന്നുണ്ട്. ലിമിറ്റഡ് ഓവർസീസ് ടൂർണമെന്റിലൊക്കെ മേ ബി ആക്കുവായി. ഇപ്പൊ സൂര്യ അതേപോലെ ചിലപ്പോ ചാൻസ് ഇല്ല. കാരണം ഹാർദിക് ഉണ്ടാവും. ഹാർദിക് പാണ്ഡ്യ ഉള്ളിടത്തോളം സഞ്ജു ഓവർടേക്ക് ചെയ്താവാൻ ചാൻസ് ഇല്ല. പ്ലസ് പന്തുണ്ട്. പന്ത് പക്ഷെ നല്ല ക്യാപ്റ്റനാണോ? പക്ഷേ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്സ് വെച്ചിട്ട് ക്യാപ്റ്റന്റെ പൊട്ടൻഷ്യൽ കണ്ടിട്ടൊന്നല്ല കൊടുക്കുന്നത്. എല്ലാവരായിട്ടും ഒരേപോലെ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്ന, ഡ്രസ്സിംഗ് റൂമിൽ കവർ ചെയ്യാൻ പറ്റുന്നതും എന്നാൽ കുറച്ച് ക്യാപ്റ്റൻസി സ്കില്ലുള്ള ആളെ കൊടുക്കുന്നത്. പക്ഷെ നിങ്ങളൊരു പെർസ്പെക്റ്റീവ്, നിങ്ങളിപ്പോ ക്യാപ്റ്റൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങളൊരു പെർസ്പെക്റ്റീവ് ക്യാപ്റ്റൻ എന്ന രീതി എന്തൊക്കെ നല്ലൊരു ക്വാളിറ്റി ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് മീറ്റ് ചെയ്യാൻ പറ്റണം ഫസ്റ്റ്. അതായത് മാനേജ്മെന്റിന് ഏറ്റവും എല്ലാവരും ഇപ്പൊ നമ്മൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലും നീ എന്നെ ബയ്യ എന്നുള്ള കെയർഫുൾ കാണുന്നുണ്ടെങ്കിലും നീ പറയാതെ തന്നെ എൻ്റെ കാര്യങ്ങൾ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റണം. അതാണ് ഈ രോഹിത് ശർമ്മക്ക് ഇത്ര ഇഷ്ടമല്ല അവരുടെ. രോഹിത് ശർമ്മനെ കുറിച്ച് ഓരോ പ്ലേയേഴ്സ് പറഞ്ഞാൽ ഉയ്യോ ഇല്ലാത്ത മനുഷ്യനൊക്കെ തോന്നും. ഈ അശ്വിനൊക്കെ പറഞ്ഞേക്കണം, അശ്വിൻ്റെ വീട്ടിലെന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അശ്വിന് ഇൻ ബിറ്റ്വീൻ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. എന്തോ ഞാൻ കറക്റ്റ് സിറ്റുവേഷൻ ഓർക്കുന്നില്ല. അപ്പോൾ ടീം സ്റ്റാഫിലത്തെ ഒരു സ്റ്റാഫിനും കൂടി പറഞ്ഞയക്കുകയാണ് ക്യാപ്റ്റൻ.
അവന്റെ കൂടെ അവനക്ക് മെന്റൽ സപ്പോർട്ട് തന്നെ. അവന് അത്ര നേരം ഫ്ലൈ ചെയ്യും, അവൻ അതിനെ കുറിച്ച് ആലോചിക്കും, അവന്റെ മെന്റൽ ഹെൽത്ത് വിടലാവും, അതൊക്കെ അതിന്റെ തിരിച്ചു വരണ്ടാണ്. അപ്പൊ നീ കൂടി പോ, അവനത് ആലോചിക്കാൻ വിടല്ലേ, നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ഒരു സപ്പോർട്ടിങ് സ്റ്റാഫിനും കൂടെ വിടും. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ക്യാപ്റ്റൻ. അല്ലെങ്കിൽ പറയാം ഓക്കെ ഓക്കെ ഷെൻ നീ പോയിട്ട് തിരിച്ചു പോയെന്ന് മാത്രം പറഞ്ഞു പോയാൽ മതി. ബട്ട് അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കണം, ഓഫ് ദ പിച്ചും ചിന്തിക്കണം. അത് അങ്ങനെയുള്ള ഭയങ്കര സ്കില്ലാണ്. എന്തോരം ആൾക്കാരെ പറഞ്ഞ ഇപ്പോൾ ലാസ്റ്റ് ദ്രാവിഡ് പറഞ്ഞിട്ടില്ലേ, ഞാൻ ആസ് എ ക്യാപ്റ്റൻ അല്ല ഞാൻ ശർമ്മനെ മിസ് ചെയ്യുക, ആസ് എ പേഴ്സണെ വല്ലാണ്ട് മിസ് ചെയ്യുന്ന പറഞ്ഞു. മുപ്പരും വിരാട് കോഹ്ലി നിർത്തിയല്ലോ 2020. ജഡേജയും നിർത്തി, വിരാട് നിർത്തി, ശർമ്മ നിർത്തി. നിങ്ങള് മുംബൈ ഇന്ത്യൻ ഫാൻസ് ആണല്ലോ. അപ്പൊ നമ്മള് ക്യാപ്റ്റനെ ഹാർദിക് പാണ്ഡ്യ ആക്കിയപ്പോ ഭയങ്കര ഹെയ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണില്. കൂയി തോപ്പിച്ചല്ലോ നമ്മള്. പക്ഷെ എനിക്ക് എന്താ തോന്നുന്നത്, അത് സംഗതി എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല എന്റെ പൊളിറ്റിക്സ് എന്താണെന്ന്. പക്ഷെ ഞാൻ നോക്കിക്കാണുന്നത് എന്താ അറിയോ, ഇബല് എന്തായാലും ഫ്യൂച്ചർ, ഞാനും മുംബൈ ഇന്ത്യൻസ് ഫാനാണ്, എനിക്ക് രോഹിത് ശർമ്മനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇബല് ഒബ്വിയസ്ലി ഒരു ടീം ഫ്യൂച്ചർ നോക്കിയിട്ടല്ലേ സെറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ തന്നെ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്നിട്ട്. മുംബൈ അങ്ങനെ തന്നെയാണല്ലോ ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് അതിലുള്ള ഒരു അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ ആ സീസണിന്റെ മുന്നെയോ നമുക്കൊരു ക്ലൂ ഉണ്ടായിരുന്നില്ല ഒരു ഇങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ടെന്നോ. പെട്ടെന്നാണ് ഇവനെ ഗുജറാത്തിൽ നിർത്തുന്നത്, പെട്ടെന്ന് ഐ മീൻ ഔട്ട് ഓഫ് നോവർ. കാരണം ഓൾറെഡി അന്ന് നമ്മളുടെ സമയത്ത് ബുംറ നിൽക്കുന്നുണ്ട്, ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, ഹാർദിക് പാണ്ഡ്യ അല്ല കുമാർ യാദവ് ഉണ്ട്. പിന്നെ ഇത് അല്ലാതെ നമ്മളുടെ യങ്സ്റ്റേഴ്സ് തിലക് ഉണ്ട്. ഐ മീൻ ഇപ്പൊ നമ്മള് ഇവരുണ്ട്, ഇഷാൻ കിഷൻ ഉണ്ട്. ഇവരൊക്കെ ഡൊമസ്റ്റിക്കില് ക്യാപ്റ്റൻ ആയിട്ടുള്ള പിള്ളേരൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്കിപ്പോ ഗ്രൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ, അതും നമ്മുടെ ടീമിൽ നിന്ന് വേറെ ടീമിലോട്ട് പോയി നമ്മള് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്ലെയർ രണ്ടാമത് ഇത്രയും കാശ് കൊടുത്ത് കൊണ്ടുവന്നിട്ട് പിടിച്ച് ക്യാപ്റ്റൻ ആക്കാൻ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അവിടെ. അല്ലാന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുവന്ന് അടുത്ത സീസൺ ക്യാപ്റ്റൻ ആക്കുക, അതും ഒരു എന്താ പറയാ ഫീസിബിൾ ആയിട്ടുള്ള കാര്യം. അത് നമുക്ക് സെൻസ് തോന്നും. ഓക്കെ, ഇത് കൊണ്ടുവന്നതേ ആസ് എ ക്യാപ്റ്റൻ മെറ്റീരിയൽ, അതും ഇത്രയും കാലം സക്സസ് ഒരു ദിവസം കൊണ്ട് അനൗൺസ് ചെയ്തിട്ട് ഈ ഇത്രയും കാലം ശർമ്മ ചെയ്തതൊക്കെ ഒന്നും എന്താ പറയാ വെള്ളത്തിൽ കളിക്കിയ പോലത്തെ ഇതാക്കിയിട്ട് ഒറ്റടിക്കാനെ കൊടുത്ത് ക്യാപ്റ്റൻ ആക്കിയപ്പോഴാണ് എല്ലാവർക്കും ശർമ്മനോടുള്ള ഒരു ഇഷ്ടവും പിന്നെ ആ ഒരു ഡിസിഷനോടുള്ള ഒരു വിദ്വേഷം. കളിയാക്കി മറ്റേ ചാപ്രിയെ കുറിച്ച് ഫുള്ള് കളിയാക്കലായിരുന്നു. പക്ഷെ ഇത് ആലോചിക്കുക, അവന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവി പോലെ. സെയിം സ്റ്റേഡിയത്തിൽ എല്ലാവരും കളിയാക്കി വിളിച്ച് അതേ സ്റ്റേഡിയത്തിലെ ആൾക്കാരാണ് ആഘോഷിക്കല്ലേ. മാൻ ഓഫ് ദ ടൂർണമെന്റ് ബുംറല്ലേ, പക്ഷെ മാൻ ഓഫ് ദ മാച്ച്. പക്ഷെ അത് എന്ത് ലെവലാ. അപ്പൊ അവൻ മുംബൈയിലേക്ക് വരുമ്പോഴും ശർമ്മ കപ്പ് അവൻ്റെ അല്ല കൊടുത്തത്. നീ മുംബൈയിലേക്ക് വരുമ്പോ നീ കപ്പ് ഉയർത്തി പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ശർമ്മ അവനക്ക് കപ്പ് കൊടുത്ത്. ശർമ്മ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ശർമ്മ മുംബൈ ഇന്ത്യൻസ് മുംബൈ എന്ന് പറയുമ്പോൾ ശർമ്മനാണല്ലോ ആലോചിക്കുക. പക്ഷെ അത് അവിടെ സെൽഫ്ലെസ് ആയിട്ട് ആളെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത്. ശർമ്മയെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഐ മീൻ രോഹിത് ശർമ്മ ഭയങ്കര ഇപ്പൊ മൂപ്പരുടെ ഫിറ്റ്നസിനെ പറ്റിയിട്ടും പലതിനെ പറ്റിയും അനാവശ്യമായിട്ട് ഹെയ്റ്റ് നേടുന്ന ആളാണ്. ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിപ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ പഴയ ഒരുപാട് പ്ലേയേഴ്സിനെ എടുത്ത് നോക്കിയാൽ മതി, അത് ടെക്നിക്കാണ്. ഒരു ടോനെ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, മുംബൈയിൽ കളിക്കുമ്പോൾ ദുബായിൽ ഒരു ടൈപ്പിൽ ഉണ്ടായിരുന്നു, അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഹിത് ശർമ്മ ഷവർമ കഴിക്കാനാണ് അവിടെ പോയിക്കണേ, കളി അടിക്കില്ല വടാപ്പാവാണ് നാട്ടിലാവുമ്പോ. അങ്ങനെ നോക്കാൻ പറ്റില്ല. ഇപ്പൊ സർഫറാസ് ഖാൻ ഇല്ലേ, സർഫറാസ് ഖാനെ ജസ്റ്റ് കാണുമ്പോ തടിയൻ പന്ത്. സഞ്ജു ആണെങ്കിലും വലിയ ഫിസിക്കൊന്നുമില്ല. ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പോർട്ട് മസ്കുലർ ആവണം, ഫിറ്റ് ആണ്, ലൈക്ക് വിരാടിനെ പോലെ ആവണം എന്നൊന്നുമില്ല, നിർബന്ധമില്ല. ഒരു 2 ഡേ മൊത്തത്തിൽ ബാറ്റ് ചെയ്യാനുള്ള സ്റ്റാമിന ഉണ്ടോ, പവർ ഉണ്ടോ എന്ന് മാത്രമാണ്. അപ്പൊ സപ്പോർട്ടിങ് സ്റ്റാഫ് സർഫറാസിനെ കുറിച്ച് പറഞ്ഞു, സർഫറാസിന്റെ ബോഡി നോക്കണ്ട, അവൻ പുട്ട് പോലെ 2 ദിവസം ബാറ്റ് ചെയ്യും. അവനാണ് ഡൊമസ്റ്റിക്കിൽ ഏറ്റവും കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് റൺ അടിക്കുന്നത്. 10-12 റൺസ് ഉണ്ട് അവന്റെ പേരില്. ഇന്ത്യയില് മാത്രല്ല, ഫിഞ്ച് കുറെ ആൾക്കാരില്ലേ, പഴയ റൈഡർ, ജസീർ, അവരൊക്കെ തടിച്ച ആൾക്കാർ, നല്ല അടി അടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പൊതുവെ നമ്മുടെ ഇന്ത്യൻ ടീമിലാണ് കുറച്ചും കൂടി ഫിറ്റ്നസിന് അത്ര പ്രാധാന്യം ഇല്ലാത്തത്. ഈ വിരാട് വന്നതിന്റെ ശേഷമാണ് എല്ലാവരും കുറച്ചും കൂടി അതൊന്ന്, വിരാട് കോഹ്ലി വന്നതിന് ശേഷമാണ് അതൊന്ന് പ്രാധാന്യം കൊടുത്തത്. പക്ഷെ ഇതിനെന്തോ ഒരു ഫിറ്റ്നസ് ടെസ്റ്റില് എത്ര സെക്കൻഡ്സിൽ ഇത്ര ചെയ്യാൻ മസിൽ വേണമെന്നൊന്നുമില്ല, അത് എൻഡുറൻസ് സ്റ്റാമിന തന്നെ. കാരണം ഓടല് ഇത്ര ദിനുള്ളിൽ വരല്, മറ്റേ യാർഡിൽ ഓടില്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതില് മൂപ്പർക്കാണ് എന്തോ സ്കോർ കൂടുതൽ എന്നൊക്കെ പറയുന്ന റൂമേഴ്സ് ഉണ്ട്. ശർമ്മയ്ക്ക്, രോഹിത് ശർമ്മയ്ക്കാണ്. അത് ഫേക്ക് ആവാനാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. പാസ്സായിട്ടുണ്ടാവും, പാസ്സായിട്ടുണ്ടാവും.
ആവും. പക്ഷെ അതിൽ അവനിക്കാന്ന് പറയാം ബാക്കിയുള്ളവരൊക്കെ അവിടെ. അതെ അതെ അതെ. ഫാസ്റ്റ് ബോളേഴ്സ് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ശർമ്മനെ പറയുന്നത്. അല്ല അത് ഈ പറയുന്ന നെഗറ്റീവ് ഷെയ്ഡ് ഒരു ഗ്രേ ഉണ്ടല്ലോ ഓൾറെഡി, അത് മാറ്റാൻ വേണ്ടിട്ട് പറയുന്നതാണ്. അപ്പൊ ബാക്കിയുള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ സൈലന്റ് ആവും, ക്യാപ്റ്റൻ അല്ലേ. അവനക്കാണ് പോയിന്റ് ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് ശർമ്മ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഫേവറേറ്റ് പ്ലെയർ സച്ചിൻ. ഇപ്പോഴത്തെ കളിക്കാർ ഇപ്പോഴും സച്ചിൻ തന്നെയുള്ളൂ. ഇപ്പൊ കളിക്കുന്ന ആൾക്കാർ ഇപ്പൊ കളിക്കുന്നതിന് എനിക്ക് ഏറ്റവും ഇഷ്ടം വിരാടിനെയും ശർമ്മനും എല്ലാ ഫോർമാറ്റിലും. ഭാവി നിങ്ങൾ ആരാ കാണുന്നത്? നിങ്ങളെ ഫ്യൂച്ചർ പ്രൊഡിക്ഷൻ അതൊക്കെ നിങ്ങളൊരു ഭാവി എന്ന് പറയാൻ മാത്രം കണ്ടില്ലാറൊന്നുമില്ല. ഗില്ലനെയായിരുന്നു പ്രതീക്ഷിക്കുന്നത്. ഗില്ലൊക്കെ പാൻ വിട്ടല്ലേ. പക്ഷെ നിങ്ങളൊരു ഒബ്സർവേഷനിൽ ഇനി ഒരു 5 വർഷം ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യൻ ടീം പാണ്ഡ്യ ഒരു സ്റ്റാർ മെറ്റീരിയൽ അല്ലേ അല്ലേ? സഞ്ജു ആണെങ്കിൽ സഞ്ജു അറിയില്ല. സഞ്ജു ഈ ഫോം തുടരുകയാണെങ്കിൽ ചിലപ്പോ വൺ ഓഫ് ദി ബെസ്റ്റ്. സഞ്ജുവിനെ നമ്മള് പറയുന്നുണ്ടെങ്കിൽ ഗില്ലിനൊക്കെ പറയണം. ഗില്ല് ഒരു സമയത്ത് വാൻ ഫോം ആയിരുന്നു, എമ്മാരി ഫോം ആയിരുന്നപ്പോ. അതുകൊണ്ടാണല്ലോ അവൻ ടീമിലൊക്കെ കയറിയത്. പക്ഷെ ഇപ്പൊ ഔട്ട് ഓഫ് ഫോം ആയില്ലേ. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഗൈക്വാഡ് കയറി വരും തിരിച്ചു. പക്ഷെ ഗൈക്വാഡ് ഇപ്പൊ താഴെ. ഡൊമസ്റ്റിക് പോലും ഗൈക്വാഡ് ഫോം ആവുന്നില്ല. ഇപ്പൊ ലാസ്റ്റ് ഡൊമസ്റ്റിക്കിൽ ഒരു 8 റൺ എടുത്തിക്കണം. രഞ്ജല്ല, വേറെ ട്രോഫി നടക്കുന്നുണ്ട്. രഞ്ജാണെന്നൊക്കെ അറിയില്ല, അത്ര ഫോളോ ചെയ്തിട്ടില്ല. ക്രിക്കറ്റിനെ പറ്റി സംസാരിച്ച അങ്ങനെ സംസാരിക്കില്ല. പക്ഷെ ക്രിക്കറ്റിന് ഉപരി വസിക്കാനെ കുറിച്ച് കാരണം ഒരു ബ്ലാക്ക് ബെൽറ്റ് ആണ്. അതിനെ കുറിച്ച് ബ്ലാക്ക് ബെൽറ്റ് ആണ്. അപ്പൊ ബ്ലാക്ക് ബെൽറ്റിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് അറിയാല്ലേ? എന്തൊക്കെയാണ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഏത് ഏജിലാണ് സ്റ്റാർട്ട് ചെയ്തത്? ഒരു ഇപ്പൊ നോർമലി ഇപ്പൊ ഒരു 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു വ്യക്തി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് നീ ഇപ്പോ എന്താ പറയുക, നന്നായി ഡ്രസ്സ് ചെയ്തിട്ട് കണ്ണാടി നോക്കണതും ഡ്രസ്സ് ചെയ്യാൻ നിൽക്കുമ്പോൾ എനിക്കൊരു അപ്പിയറൻസിൽ വരുന്നൊരു ഇതില്ല. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എനിക്ക് അറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കൈ കൊടുക്കുന്നതിൽ മുതൽ സംസാരിക്കുന്നതൊക്കെ മാറും. നമ്മൾ സംസാരിക്കണമെങ്കിൽ ഞാനിപ്പോൾ അവനെ നോക്കുന്ന കണ്ണിലാണ്. ചിലവർ കണ്ണിലാവില്ല നോക്കുക, ചിലവർ ചിലപ്പോൾ അവൻ്റെ ഡ്രസ്സിലാവും നോക്കുക, അവൻ്റെ എന്തോ എഴുതിച്ചിട്ടുണ്ട്, ടോയൊന്നും എഴുതിച്ചിട്ടുണ്ട്, അതൊക്കെ ആയിരിക്കും നോക്കുക. സോ അത് ഓരോരുത്തരുടെ ഡിസ്ട്രാക്ഷൻ ആണ്. സംസാരിക്കുമ്പോൾ കണ്ണി നോക്കി സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ആ പറയുന്ന ആൾക്കുണ്ടാവും. ഇതപ്പോ ഏത് ഏജിലാണ് ഇപ്പൊ നമുക്ക് എന്താണെങ്കിലും ഒരു ഏജ് ഉണ്ടാവില്ല ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്? തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ സമീന്? അങ്ങനെ ഏജ് ഇല്ല. ഇപ്പൊ എത്ര ഔട്ട് ഓഫ് ഷേപ്പ് ആയ ഒരാൾക്കും ഏതും ഈ പറയുന്ന ഇതും പഠിക്കാം, മാർഷൽ ആർട്സും പഠിക്കാം. അത് ഫുള്ള് നമ്മളെ മൈൻഡാണ്. പിന്നെ ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ കരാത്തെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലെറ്റ്സ് 120 kg ഉള്ള ഒരാളാണ്, കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഷേപ്പ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ, ഞാൻ വിശ്വസിക്കുന്നില്ല, ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഫ്രം ദ ഫസ്റ്റ് ക്ലാസ് ഇറ്റ് സെൽഫ് നമ്മൾ അവനക്ക് കോറായിട്ടുള്ള മിഡിൽ പഞ്ച്, അപ്പർ പഞ്ച്, ലോവർ പഞ്ച് ഒന്നും പഠിപ്പിക്കില്ല. ആദ്യം പറയാം മോനെ ഒരു 90 എത്തിയിട്ട് എൻ്റെ ലെഗിന് നീ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ തന്നെ എൻ്റെ ലെഗിനുള്ള പവർ ഉണ്ടെങ്കിൽ മാത്രം അവനെ ഫസ്റ്റ് ഷേപ്പ് ആക്കി കൊടുക്കും. ഫസ്റ്റ് ഷേപ്പ് ആവാനുള്ള, അവനൊന്ന് ഫിറ്റ് ആവാനുള്ള എക്സസൈസ്, ബേസിക് എക്സസൈസ് കൊടുത്ത് അവനൊന്ന് ഫിറ്റായി കഴിഞ്ഞാൽ മാത്രമേ ക്ലാസ് കൊടുക്കുകയുള്ളൂ. അതൊരു 4 മാസം സമയം കൊടുക്കും. ആ 4 മാസത്തിൽ തന്നെ ചിലപ്പോൾ ചെക്കൻ നിർത്തിപ്പോവുകയും ചെയ്യും. കാരണം ഇതൊക്കെ കുറേ ആരംഭ ശുചിത്വം എന്ന് പറയും. ഇപ്പം ഞാൻ ബ്ലാക്ക് ബെൽറ്റാണ്, ഞാൻ ഫൈറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു റീലോ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കണ്ടിട്ട് ചിലപ്പോൾ എൻ്റെ ജൂനിയേഴ്സോ അല്ലെങ്കിൽ എൻ്റെ അയൽവക്കക്കാരോ കൊള്ളട്ടോ അങ്ങനെ ചെയ്താൽ വസിക്കാനെ പോലൊക്കെ ആവാം, അങ്ങനെ ചിലപ്പോൾ വരും. ചിലപ്പോൾ അവനീ പറയുന്ന പോലെ ഭയങ്കര സ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര തടീനായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കോർന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നോർമൽ എക്സസൈസ് കൊടുക്കും. നോർമൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ജിം എക്സസൈസ് ആയിരിക്കില്ല, അബ്ഡമിനലായിരിക്കും, കുറച്ചും കൂടി ലെഗിന് സ്ട്രെങ്ത് കിട്ടാനുള്ള സാധനമായിരിക്കും. ഇതൊക്കെ കൊടുക്കുമ്പോഴേക്കും ഇവർക്ക് മുഷിയും. ഇതെന്തത് ഇടിക്കാനുള്ള പഠിപ്പിച്ചില്ലല്ലോ, ഈ ഇടിക്കാനുള്ള സംഗതി അല്ല അത്. കരാത്തെ എന്നല്ല, ഏതാണെങ്കിലും ആളെ തല്ലാനുള്ള പരിപാടിയല്ല. ഇപ്പൊ എന്നെ ഇപ്പൊ സിമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നു ഞാനൊരു ബ്ലാക്ക് ബെൽറ്റ് പഠിച്ച ഒരാളാണ്, അതിന്റെ കാണിക്കേണ്ടതോ ചെയ്യേണ്ടതോ ആവശ്യമില്ല. എന്തെങ്കിലും വരുമ്പോ മാത്രമല്ലേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. റിയൽ ലൈഫിൽ ഇപ്പൊ അത് കാണിക്കാനായിട്ട് ആരുടെ പോയിട്ടില്ല, പക്ഷെ കാണിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ കോളേജ് പഠിക്കാൻ കുറേ വന്നിട്ടുണ്ട്. അടി കൊടുത്തുണ്ടോ? അടി ഇഷ്ടം പോലെ. എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ടോ? അതായത് അടിക്കഥകളായിട്ട് കഥകൾ കുറെ ഉണ്ടോ? കാരണം പാവന്റെ സീരീസ് അവർക്കൊരു ബൂസ്റ്റ് ആവട്ടെ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 10th ക്ലാസ് വെക്കേഷൻ മുതലാണ് കരാത്തെ പഠിക്കുന്നത്. സോറി, +1 വെക്കേഷൻ മുതൽ പഠിക്കുന്നത്. മോട്ടിവേഷൻ വാപ്പായും പറഞ്ഞു ഇപ്പൊ പണ്ടത്തെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. ശ്രീലങ്കയിൽ നിന്നൊക്കെ സാർമാർ വന്നിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. കുന്നംകുളം എന്ന് പറയുന്ന വലിയ ഡോജാണ്.
അവിടെ അവിടുത്തെ സാർമാരുണ്ട്. പക്ഷെ ട്രെയിനിങ്ങിന് ഈ ബെൽറ്റ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ബെൽറ്റിന്റെ എക്സാം വരുമ്പോൾ ശ്രീലങ്കയിൽ നിന്നൊരു സാറ്, പേരൊക്കെ മറന്നു, ആ സാറ് വന്നിട്ടാണ് അങ്ങനെ അന്ന് 0 ഡാനാ, ഇപ്പൊ ഫസ്റ്റ് ഡാനാ. പണ്ട് 0 ഡാൻ ആണ്, 0 ഡാൻ ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ബ്ലാക്ക് ബെൽറ്റ്. ആ 0 ഡാൻ ഈക്വൽസ് ടു ആണ് ഇപ്പൊ 1. ഇപ്പൊ 0 ഡാൻ ആയിരുന്നു, ഫസ്റ്റ് ഡാനിന് വേണ്ടി ഇരുന്ന്. പക്ഷെ അപ്പോഴേക്കും ലൈഫ് സീരിയസ് ആയി മൂപ്പര് വിട്ടു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മൂപ്പര് ഇങ്ങനെ പറയും അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പൊ എന്നൊരു 40s എന്നൊക്കെ പറയുമ്പോഴും മൂപ്പര് ഇങ്ങനെ പഞ്ച് ചെയ്തിട്ടൊക്കെ കാണിക്കും. അപ്പൊ മൂപ്പര് അഡ്രിനാൽ റഷ് ഉണ്ട്, അങ്ങനെ ഈ സാധനം കുല്ലും. അത് നല്ല ഹാർഡ് പഞ്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ അഡ്രിനാൽ റഷ് വരും. ഇതൊക്കെ കാണുമ്പോൾ പഠിക്കണല്ലോ അങ്ങനെ. പക്ഷെ മൂപ്പര് എന്നെ വിട്ടൂല, അങ്ങനെ ഈ ഒന്നും പഠിക്കണ്ടെന്നാണ്. കാരണം വീട്ടിലൊരു സിംഗം മതി, കമ്മ്യൂണിസ്റ്റിന്റെ അങ്ങേറ്റാണ്. അങ്ങേറ്റം നാട്ടിൽ നമ്മള് ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയതിൽ 5 പേര് സഞ്ചികളിൽ 2ാമത്തെ ആളുണ്ടാവും. അപ്പൊ അങ്ങനെ ആ ഭാഗത്ത് കൂടുതൽ കോൺഗ്രസ്സുകാരും ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങണമെങ്കിൽ എത്രത്തോളം വയലൻസും കാര്യങ്ങളും കാട്ടി. അപ്പൊ മൂപ്പർക്ക് അറിയാം, മൂപ്പര് ഇതൊക്കെ പഠിച്ചത് കാരണം മൂപ്പര് 6 കൊല്ലം കളറിയും പഠിച്ചില്ല. മൂപ്പര് ഇതിന്റെ പ്രാന്താണ്, പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചൊരു ശരീരമായിരുന്നു. അത് കോൺഗ്രസിന്റെ ഒരു മൂവാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടി ബേസിൽ നിന്നിരുന്നെങ്കിൽ നല്ല പൊസിഷനിൽ MLA കയറി പോയിരുന്നു. അപ്പൊ ഞങ്ങളെ നാട്ടിൽ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ MLA നിൽക്കുന്നത് ലാസ്റ്റ് പ്രാവശ്യമൊക്കെ. മൂപ്പരൊക്കെ വന്നത് 9-10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഇപ്പൊക്കെ തുടങ്ങിയിട്ട് 9-10 കൊല്ലം കഴിഞ്ഞ ആൾക്കാർ MLA പോയത്. അപ്പൊ ആ സമയത്ത് മൂപ്പര് ഗൾഫിൽ പോകാൻ തോന്നി. അന്ന് പേർഷ്യാണല്ലോ വലിയ സംഭവം. മൂപ്പര് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ മൂപ്പര് പോയ പാതകളിൽ ഞാനും പോകണ്ടെന്ന് വെച്ചിട്ട് എന്നെ അധികം പുഷ് ചെയ്യാറില്ല. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഇപ്പൊ നീ വന്ന മോനെ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്തോന്ന് പറഞ്ഞു വിടേണ്ട ആള് എന്നെ 10ാം ക്ലാസ്സിൽ വിട്ടിട്ടില്ല. +1 എൻ്റെ ഏതോ ഒരു ഫ്രണ്ട്, ഓർമ്മല്ല ആരാണത്, അവനിങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടാവില്ല, നമ്മൾ ഏതിനും പറഞ്ഞു പഠിക്കണം അങ്ങനത്തെ ഒരു സ്കീമിലാണ് പെട്ടെന്നൊരു ട്രിഗർ വന്നത്. പിന്നെ ഓൾറെഡി ഇപ്പം ഉണ്ട്, ചെറുപ്പം പോലെ ഉണ്ട്. പക്ഷെ ആ ഒരു മൊമെൻ്റാണ് എനിക്ക് പഠിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഉപ്പാട് പോലും പറഞ്ഞില്ല. ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഡ്രാഗൺ കരാട്ടെ എന്ന് പറഞ്ഞിട്ടൊരു സാലി സാർ എന്നൊരു സംഭവം. മൂപ്പരടുത്ത് പോയി ചോദിച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പൊ കാശ് വേണമല്ലോ ചേരൻ. അപ്പോഴും ഉപ്പാടും അപ്പൊ ഞാൻ ചേർത്തോട്ടെ പയ്യൊക്കെ പഠിച്ചിട്ട് എന്തിനാ ഉപ്പര് ഉപ്പ ആദ്യം പറഞ്ഞതാണ് പഠിച്ചോ കംപ്ലീറ്റ് ചെയ്യണം, കമ്മിറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന മാത്രമേ പഠിച്ചാൽ മതി. കാരണം ഈ ഓൾറെഡി ഇപ്പോൾ 16 വയസ്സായി. ഞാൻ 16ാമത്തെ വയസ്സിലാണ് ഞാൻ ചേർന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 6 കൊല്ലം പഠിച്ചാൽ മാത്രമേ ബ്ലാക്ക് ബെൽറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു 5 കൊല്ലം നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ 5 കൊല്ലം 22 വയസ്സ് വരെ. പൂപ്പര ആദ്യം പറഞ്ഞതാണ് എന്നെ കൊണ്ട് പറ്റുമോ, 5 കൊല്ലൊക്കെ ഈ പോവൂ. കാരണം ഞാനൊക്കെ ആ സമയത്ത് എന്ത് തുടങ്ങിയാലും പകുതി കഴിഞ്ഞ ക്രിക്കറ്റ് ആണെങ്കിൽ അതേപോലെ തന്നെ ആയിരുന്നു. ഭയങ്കര സീരിയസ് ആയിരുന്നു. ക്യാമ്പിൽ പോകുന്നു, അതാക്കുന്നു. എന്നിട്ട് എന്താക്കി സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ വന്നതാ, 28 പേര് സെലക്ഷൻ വന്നതാ, സ്കൂളിൽ നിന്ന് വിട്ടില്ല. അപ്പൊ ഞാൻ വാശി പിടിച്ചില്ല, എനിക്ക് ഇത് ക്രിക്കറ്റ് പറ്റില്ല. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞു അസീനെ പോകാൻ പറ്റില്ല, അത്യാവശ്യം മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പിള്ളേരിൽ ഒരാളാണെങ്കിൽ എന്നെ വിട്ടാൽ ശരിയാവില്ല. ഓക്കെ കഴിച്ച് ക്രിക്കറ്റ്. അപ്പൊ നമ്മൾ വാശി പിടിക്കുന്നില്ല, കാരണം നമുക്ക് കോൺഫിഡൻസ് ഇല്ല. അതിലുള്ള കാര്യം തന്നെയായിരുന്നു. മൂപ്പര് പറഞ്ഞത് ഇതായിരുന്നു. അപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പൊക്കോ. ഞാനും ജസ്റ്റ് ഒരു ഗിഫ്റ്റ് ട്രൈ എന്നുള്ള പോലെ പോയി. പോയപ്പോ ഭയങ്കര വൈബ് എന്ന് പറഞ്ഞാൽ ചില സാധനം കണക്ട് കാരണം ഓൾറെഡി ബ്ലഡിലുണ്ടല്ലോ. അതിന്റെ ഒരു സാധനം അപ്പഴാണ് മനസ്സിലായത്. കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അടുത്ത മൊമെന്റ് സാധനം കിട്ടി. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പഠിക്കും പറഞ്ഞാൽ അമ്മ ഒരു സ്കീമായിരുന്നു. ഞാനും അബിന്ന് പറഞ്ഞൊരു ചെക്കനുണ്ട്, അപ്പ് എന്ന് വിളിക്കുക. ഞങ്ങൾ എനിക്കറിയില്ല അപ്പു. ഞാനും അവനും ഒരേ അച്ഛൻ ഒന്നിച്ചെടുത്ത് ഞങ്ങൾ കണ്ടാ പറയാ അത്ര കീനാണ്, ഭയങ്കര ഗ്രൗണ്ട് വരുത്തണാണ്. അതൊന്നും കണ്ടാ പറയല്ല, ബ്ലാക്ക് ബെൽറ്റ് കിട്ടില്ല ഫൈറ്റ് അവൻ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരേ അച്ഛായിരുന്നു. ചെറുപ്പം മൂലം ഒന്നിച്ചാ വളർന്നത്. പെട്ടെന്ന് പിടിക്കും ക്ലാസ്സിൽ, പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ആ ബാച്ചിൽ വൈറ്റ് ബെൽറ്റ് മുതൽ അത്യാവശ്യം പേര് ഇപ്പോൾ എടക്കടിയിൽ നിന്നുള്ള ബ്രാഞ്ചിൽ നിന്ന് ആ വൈറ്റ് ബെൽറ്റ് വസീ അബിയുണ്ട് അങ്ങനെ പറയുന്നൊരു സ്റ്റേജിൽ ഫ്രം ദ ബിഗിനിങ് വന്ന്. അപ്പം അത് നമുക്ക് കുളു പോകും, ചെറിയ ഇതല്ലേ. അപ്പം നമ്മൾ ടെസ്റ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പം നമ്മൾ വൈറ്റ് ബെൽറ്റ് ഒക്കെ കെട്ടി നിൽക്കുമ്പോൾ ആ വസിയാ അറിയട്ടാ സാറ്
അപ്പൊ ഈ വക സാധനം ഇത് നമുക്ക് ആ ചെറിയ ഏജിൽ ഇത് ഭയങ്കര ബൂസ്റ്റ് ആണ്. നമുക്ക് കൂടുതൽ പെട്ടെന്ന് കയറും. ഓക്കെ നമ്മളറിയാലേ, അടിപൊളി, അപ്പൊ നമ്മളറിയണം. അപ്പൊ അങ്ങനെ 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 ഒരു ഓറഞ്ച് ബെൽറ്റ് ഒക്കെ കഴിഞ്ഞപ്പോ ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ തുടങ്ങി. അപ്പൊ നമ്മൾ ഓൾറെഡി ആ സമയത്ത് 17 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കുറച്ച്, അതും ഫുട്ബോളൊക്കെ കളിച്ച് ഇങ്ങനെ കാലൊക്കെ അത്യാവശ്യം പോറാ സമയത്ത്. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ ഫൈറ്റിങ്ങിന് പോകും. അപ്പൊ അന്ന് വെയിറ്റ് കാറ്റഗറിയാണ് ഈ ഫൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊക്കെ ഒന്ന് 46 കിലോനൊക്കെ ഉള്ളൂ. അപ്പൊ ഇതിൽ പോകുമ്പോൾ 80 പേരൊക്കെ ഉണ്ടാവും ഫൈറ്റ് ചെയ്യാൻ. പക്ഷെ ഞാനും അപ്പം ഒരേ കാറ്റഗറിയിലാണ് വരിക. അപ്പം അപ്പനൊക്കെ 2 കിലോഗ്രാം കുറവാണ്. അപ്പൊ ഇവൻ കഷ്ടപ്പെട്ടിട്ട് എന്താക്കും, വെയിറ്റ് എങ്ങനെയും കുറക്കും. അല്ലെങ്കിൽ ഞാനൊന്ന് ഒരേ ബൗട്ടിൽ വരും, ഞാനവന് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അവൻ 44 കാറ്റഗറിയിൽ പോകും, ഞാൻ 46 to 48 പോകും. അപ്പൊ അതിൽ പോയപ്പോ ഫസ്റ്റ് അടിച്ച്. ആദ്യത്തിൽ ഞാൻ എൻ്റെ ബൗട്ടിൽ ഫസ്റ്റ്, അവൻ അവൻ്റെ ബൗട്ടിൽ ഫസ്റ്റ്. അതാണ് ട്രിഗർ. ഫസ്റ്റ് ഒരു വലിയ, അത് കരാട്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന മെഡൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ, ഈ ഗ്ലാസിന്റെ റേഡിയസില് ഇത്ര പോകുന്ന സൈസ് ഗോൾഡൻ സാധനവും ഇത്ര പോകുന്ന വീതിക്കുള്ള ഒരു പട്ടം കൂടിയിട്ടുള്ള സാധനം തരും. ലൈഫിൽ കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ഒരു 6ാം ക്ലാസ് മുതൽ അത്ലറ്റിക്സിന് പോണതാ സ്കൂളിൽ നിന്ന്. അപ്പോഴൊക്കെ കിട്ടുകയെന്നറിയും ഇത്ര മൂന്നുള്ള റൗണ്ട് സബ് ജില്ല അടിച്ച് ഡിസ്ട്രിക്ട് ജാവലും 100 മീറ്ററിനൊക്കെ 100 മീറ്റർ പോയിട്ടില്ല, 400 മീറ്റർ ലോങ് ജമ്പിനൊക്കെ പോയാലും അടിച്ചു കഴിഞ്ഞാൽ കിട്ടണം. അങ്ങനെ കട്ടിക്കൊണ്ട് സാധനം ആർക്കോ വേണ്ടി ഇതെണ്ട് കണ്ടപ്പോ എന്ത് അപ്പൊ പിന്നെ ഉണ്ടായി. ഓക്കെ അടിപൊളി, ഇതെന്റെ ഇടക്കിടക്ക് പോണം. അങ്ങനെ പിന്നെ അവിടുന്ന് ഓരോരോ ടൂർണമെന്റ് സൗത്ത് ബേസിൽ നടക്കുന്ന ഇൻഡോ ശ്രീലങ്കൻ എന്നൊക്കെ പറയുന്ന കുറെ ടൂർണമെന്റിൽ പോകും. ഞാൻ 7 ടൂർണമെന്റിൽ പോയിട്ട് 7ലും ഫസ്റ്റ്. അവൻ 8 വന്ന് 6 ഫസ്റ്റ്, 1 സെക്കൻഡ്. അത് എന്നെ ഫൈറ്റ് ചെയ്തരാം. അത് ശരിക്കും അവൻ ജയിക്കേണ്ടത്. അപ്പൊ അവൻ കേൾക്കണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു കുഴപ്പമുണ്ട് അവിടെ. ഇത് സെമി ഫൈനലിൽ ഒരുത്തൻ ഞാൻ ഹെഡിന് അടിച്ചപ്പോ കൈ ഇങ്ങനെ വെച്ചതാ. അപ്പൊ എന്റെ ഇതിലുണ്ട് ബൾബ് വരികണ്ട, ഇപ്പോഴും വരികണ്ട, പോകൂല ഈ സാധനം. അപ്പൊ ഫൈനലിൽ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മറ്റേ കരാട്ടക്കിട്ട് പോലെ ഒരു കാല്, വലത്തെ കാല്, എന്റെ ഏറ്റവും പവർ കാല് കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക. അവനും ഫൈനലിലെത്തി, ഞാനും ഫൈനൽ. 2 ക്ലാസ്സിൽ നിന്നുള്ള ആൾക്കാർ സെയിം ബൗട്ടിൽ ഫൈനൽ വന്നപ്പോൾ എൻ്റെ സാറ് എന്നിട്ട് പറഞ്ഞു, അപ്പോൾ 2 ആളും ഫസ്റ്റും സെക്കൻഡും നമുക്കാണ്, അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞങ്ങൾ ഓൾറെഡി ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. അവനക്ക് വന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞു, നീ ആദ്യം പഞ്ച് ചെയ്ത് പോയിന്റ് എടുക്കുക ചെയ്യുന്നത്. ഞാൻ ഓക്കെ, ഞാൻ ആദ്യം ഒരു പഞ്ച് ചെയ്യും, അഡ്ജസ്റ്റ്മെന്റ് ഞാൻ അവിടെ പഞ്ച് ചെയ്യും, അവൻ കവർ ചെയ്യില്ല 1 പോയിന്റ് എനിക്ക്, അവൻ തന്നെ പഞ്ച് ചെയ്യും, അവനക്ക് 1 പോയിന്റ്. പഞ്ചിനനുസരിച്ചാണ് ഇവിടുന്ന് കൊണ്ട് അടി വരെ ഗ്രൗണ്ടിന്റെ മുകളിൽ വരെ 1 പോയിന്റ്, ഹെഡിന് 3 പോയിന്റ്, ബാക്കിലേക്ക് 2 പോയിന്റ്. കിക്ക് നേരെ ഹെഡിന് 3 പോയിന്റ്. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയി. ബെല്ലടിക്കുന്ന സമയത്ത് എനിക്ക് 8 പോയിന്റ്, എനിക്ക് 7 പോയിന്റ്. ഞാൻ ലൈവ് തുടങ്ങിയ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് വന്നത്. അല്ലെങ്കിൽ അവനെ പൊട്ട് പൊട്ടി അടിച്ചിട്ട് അവിടെ എനിക്ക് ഓൾറെഡി കാലില്ല. പക്ഷെ അത് ചിരിച്ചിട്ട് എപ്പോഴും പറയും, ഇതിപ്പോ കാലം മിക്കവാറും കമന്റി കള്ളപ്പന്നി. കരാട്ടക്കിട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാ, കരാട്ടക്കിട്ട് കണ്ടിട്ട് ഞാൻ ഇൻസ്പയർ ചെയ്തിട്ട് ഞാൻ കരാട്ടക്ക് പോയിരുന്നു. എന്നിട്ട് എനിക്ക് യെല്ലോ ബെൽറ്റ് ഉണ്ട്, അത് ഫസ്റ്റ് ആവുന്നത് യെല്ലോ. ഇപ്പൊ മാറി, ഫസ്റ്റ് വൈറ്റ് ബെൽറ്റ് കഴിഞ്ഞാൽ ഓറഞ്ച്, ഇപ്പൊ വൈറ്റ് കഴിഞ്ഞാൽ യെല്ലോ ഒക്കെ ഉണ്ട്. എന്നിട്ട് യെല്ലോ ബെൽറ്റ് കഴിഞ്ഞ് എന്നിട്ട് പിന്നെ അവിടെ നിർത്തി. അതാണ് പറയാ, കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കമ്മിറ്റ്മെന്റ്. ഈ ബോക്സിങ്ങിനും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ബോക്സിങ്ങിന് പോയിട്ടുണ്ട് 1 വർഷം. അത് കഴിഞ്ഞിട്ട് തായ് ബോക്സിങ്ങിന് പോയിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞില്ല ബൾബ് കാലം, അതുപോലെ എനിക്ക് ഒരു ബൾബ് ഉണ്ട്, അതോടെ അതും നിർത്തി. കമ്മിറ്റ്മെന്റ് ആണ്, അങ്ങനെ തുടങ്ങി മൈൻഡാണ്. പിന്നെ പെയിൻഫുൾ ആണ് ഇതിന്റെ ട്രെയിനിങ്. നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണാം, ഈ വയറിനൊക്കെ ഇങ്ങനെ പിടിച്ചിടിക്കും, നിലത്ത് കെടുത്തിട്ട് ഒരാൾക്കൊന്ന് ഓടിപ്പിക്കും കൂടെ. ഇതൊക്കെ ഉള്ളതാ. മറ്റേതുണ്ടോ മണല്, ചൂടുമണല്, അത് കുങ്ഫൂലാണ്, കരാത്തിലുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഫിംഗേഴ്സിന് അത്ര പവർ വേണ്ട. നമ്മൾ ഇങ്ങനെ പുഷപ്പ് എടുക്കുമെങ്കിലും ഫിംഗേഴ്സിന് അത്രയും ഒരു ഇത് നമുക്കില്ല. നമുക്ക് പഞ്ചിങ് കിറ്റുമ്പോ ഇങ്ങനെ ഉണ്ട്, ഇത് നൈഫ് എന്ന് പറയും, അതൊക്കെ ചെയ്യുമെന്നല്ലാതെ ഇങ്ങനൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും പറയുന്നത് മണ്ണ് ചൂടാക്കി. അപ്പൊ ഈ സെൽഫ് ഡിഫെൻസിന് ഇപ്പൊ നമ്മളെ ഇപ്പത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളൊരു? ഇപ്പത്തെ കാലഘട്ടം എന്നല്ല, എല്ലാ കാലത്തും സെൽഫ് ഡിഫെൻസ് ഉള്ളത് വളരെ നല്ലതാണ്. അപ്പോൾ എസ്പെഷ്യലി പെണ്ണുങ്ങൾക്കൊക്കെ സെൽഫ് ഡിഫെൻസ് അത്യാവശ്യം വേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും കുറച്ചും കൂടി അവയർനെസ് ആവണം ഈ വക കാര്യങ്ങളിൽ. അറ്റ്ലീസ്റ്റ് ഒരാൾ പിന്നീന്ന് ഇങ്ങനെ മുടിക്ക് പിടിച്ചാൽ തന്നെ എങ്ങനെയെങ്കിലും
രക്ഷപ്പെടാൻ. കാരണം ഇപ്പൊ ഈ പറയുന്ന ഇക്വാലിറ്റി, ഞാൻ സെൽഫ് സസ്റ്റൈൻഡ് ആണെന്ന് പറയുന്ന പെണ്ണുങ്ങളാണെങ്കിൽ പോലും ബാക്കി ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു പിടുത്തം പിടിച്ചാ ബയോളജിയുടെ അഡ്വാൻറ്റേജ് ആണ്. പോട്ടെ, ഞാൻ 5'6" ആണ്. ഒരു 6.5 ഉള്ള ഒരുത്തവൻ എന്റെ പേരടിക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് അവന്റെ കയ്യിൽ നിന്ന് അറിയാം. എനിക്ക് കുറച്ച് ടാക്ടിക്സ് അറിയാം, അവന്റെ കാലെടുക്കാനൊക്കെ അറിയാം. പക്ഷെ അവൻ കുറച്ച് ബാക്കിൽ നിന്ന് ഒരു മീറ്റർ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന ഹൈറ്റ് ബയോളജിക്കൽ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാവരും കുറച്ചൊക്കെ ഇതിന്റെ ഫണ്ണി പാടെന്ന് വെച്ചാൽ ഞാനിപ്പോ എടുത്ത് ഇൻസ്റ്റാഗ്രാമില് ഏതൊരു കരാട്ടെ മാസ്റ്ററിന്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്താ വെച്ചാൽ റൺ, ഓടുക. അതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. അതെനിക്കറിയാട്ടോ. അങ്ങനെ അപ്പൊ ഞാനും ബ്ലാക്ക് ബെൽറ്റ് പറ്റാത്ത സിറ്റുവേഷൻ ഓടുക. അതെ, അതിൽ നാണക്കേടൊന്നുമില്ല. ഓടുന്നത് ഒരു ടെക്നിക്ക് തന്നെയാണല്ലോ അല്ലേ. നമ്മുടെ ആരോഗ്യം സേഫ് ആക്കി വെക്കല്ല. നമ്മൾ ഓടിക്കഴിഞ്ഞാൽ അവർ പിന്നെ അവരടിക്കൊന്നുമില്ലല്ലോ. അവരൊക്കെ ഇങ്ങനെ വെട്ടിച്ചോടുക. 10 ആളടിച്ചിട്ട് ഹീറോ ആവേണ്ട ആവശ്യമൊന്നുമില്ല, കാര്യമൊന്നുമില്ല. ആരും കാണാനില്ല. അല്ല, നിങ്ങള് ഇടുക്കാതെ നിങ്ങള് കരാട്ടെ റിയൽ ലൈഫിൽ ഉപയോഗിച്ചത് അത് കോളേജില്. അയ്യോ, കോളേജിലൊക്കെ ആവുന്ന സമയത്ത് ഈ പറയുന്ന ഫ്രഷേഴ്സ് ഡേ ആയിരുന്നോ അതോ? ഇല്ലല്ല, ഫ്രഷേഴ്സ് ഡേ. നിങ്ങൾ എന്താ പഠിച്ചത് നാട്ടില്? ഞാൻ എഞ്ചിനീയറിംഗ്. കോളേജൊന്നും പറയണ്ട കേട്ടോ. എഞ്ചിനീയറിംഗ് കോളേജിൽ മറ്റേ അക്കിക്കാവ് ഒരുപാട് ഫിലിം, മറ്റേ ഈ നിവിൻ പോളിയുടെ പടം ഉണ്ടല്ലോ, നിവിൻ പോളി ഡോക്ടറായിട്ടൊരു പടം. ആ പടമൊക്കെ ഷൂട്ട് ചെയ്ത് 2-3 പടമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ബുള്ളറ്റിൽ വന്നിറങ്ങണ കോളേജ്. പിന്നെ ഷറഫുദ്ദീന്റെ ഒക്കെ ഒരു കോമഡി പടം ഉണ്ടല്ലോ, ഒമർലുലു. ഒമർലുലൊക്കെ സീനിയറാ. പിന്നെ ലുക്മാൻ എന്റെ സീനിയറാ. ലുക്കിന്റെ ഫ്രണ്ട്സ് ഒക്കെ റാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അവരെയാണോ നിങ്ങള് അടിച്ചത്? ടീം കിട്ടില്ല ടീമോ. അവരെന്റെ ഇറങ്ങിയിട്ടുള്ള സീരീസിനല്ലേ അടിച്ചിട്ട്. പിന്നെ നമ്മളീ പണ്ടൊക്കെ നാട്ടിലൊക്കെ അടി ഉണ്ടാവുമ്പോഴേ ഈ കരാട്ടുള്ള ആൾക്കാർ പറയുമ്പോ ഒരു പേടിയാണ്. കളരി പഠിച്ച ആളാണ് ഞങ്ങളുടെ ടീമിൽ. എന്നിട്ടുണ്ടെങ്കിൽ ഞാന് കരാട്ട പഠിച്ചിട്ടുണ്ട്, ഹഫീസ് അവൻ തൈക്കോണ്ട് പഠിച്ചിട്ടുണ്ട്, സഹദ് തൈക്കോണ്ട് പഠിച്ചിട്ടുണ്ട്, പിന്നെ മറ്റേ ഷഹീം അവൻ ഇതേപോലെ തന്നെ ജിമ്മൊക്കെ പോയിട്ട് ഇറങ്ങി നിൽക്കണ പൈസ. ചിലരെ പൈസ ഉണ്ടോ ഇറങ്ങി ടീഷർട്ടൊക്കെ ഇട്ട ഞാൻ പൈസ ഇവിടുന്ന് കാണാം, കണ്ട പേടിക്കും. പിന്നെ ഭഗത്ത് ഇതേപോലെ തന്നെ പൈസ ഇറങ്ങിക്കണ പൈസ. പിന്നെ ഷിബിനെ എനിക്കറിയില്ല, ഷിബിന അതിൽക്കും ഇല്ല പക്ഷെ നിൽക്കും. പിന്നെ റോബിൻ കളരി ഷിബി 4th ഇയറിൽ ഫോം വരും. 4th ഇയർ വരെ കുറച്ച് സൈലന്റിൽ ഉണ്ടാവില്ല, പക്ഷെ 4th ഇയറിൽ ഫോം വരുന്നത്. റോബിൻ കളരിയാണ്. അപ്പൊ ഞങ്ങളുടെ ടീം മൊത്തത്തിൽ ഒരു മാർഷൽ ആർട്സിനായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടി കണ്ടു കഴിഞ്ഞാൽ ആരും പേടിച്ച് ചെതറിപ്പോവില്ല. ഞാൻ പറയേണ്ട വ്യത്യാസം മനസ്സിലായോ? അല്ലെങ്കിൽ നിന്നടിക്കുക, അല്ലെങ്കിൽ എല്ലാവരും അടി കണ്ടിട്ട് പരിചയമുള്ളവരാണ്. അപ്പൊ നമ്മളെല്ലാവരും ചാവക്കാടിന് പ്രത്യേകിച്ച് ഒരു ആ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ പറയുന്ന കുറച്ച് ചെക്കന്മാരും കുറച്ച് ഗുണ്ടായുസും അലമ്പും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ചാവക്കാട്. പൊതുവെ തൃശ്ശൂർ ഏരിയയിലുള്ളവർക്ക് അറിയാം. ചാവക്കാട് നിന്ന് മോനെ വരുന്ന പറഞ്ഞാൽ തന്നെ അതെ അവിടെ നല്ല അങ്ങനത്തെ ഒരു അപ്രോച്ചാണ്. നമ്മളീ പറഞ്ഞ 12 പേര് ചാവക്കാട്. ഈ 12 പേരുടെ കമ്പനിക്കാരെന്ന് പറയുന്നത് എല്ലാവരും ഡിഫറെൻ്റ് ആണ്, എല്ലാവർക്കും കണക്ഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ഭയങ്കര ബൂസ്റ്റ് ആയിരുന്നു കോളേജിൻ്റെ ഉള്ളിൽ. അതുമില്ലാതെ പിന്നെ ഈ പറയുന്ന നമ്മളായിട്ട് ആരും അങ്ങോട്ട് പോയിട്ട് ഒരു കാരണം അടിച്ചിട്ടൊന്നുമില്ല. നമ്മളെ സീനിയേഴ്സിനാണെങ്കിൽ പോലും നമുക്കൊരു ത്രട്ട് വരുന്നത് കൊണ്ട് അടിക്കുന്നുള്ളൂ. എനിക്ക് എപ്പോഴാണെങ്കിലും ഞാനായിട്ട് തല്ലിയിട്ട് കുറേ ജൂനിയേഴ്സ് ഉണ്ട്. ഞാൻ 4th ഇയർ വരുമ്പോൾ അവർക്ക് ഞാൻ DM ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്കായിട്ട് ഞാൻ ആരും അടിച്ചിട്ടില്ല. അതൊക്കത് കൈവച്ച് പറയാൻ എൻ്റെ ഒരു ദേശത്തിൽ ഞാൻ ആരും അടിച്ചിട്ടില്ല. നിനക്കൊരു പ്രശ്നമുണ്ട്, ഈ എൻ്റെ ചെക്കനാണ്, ഈ എൻ്റെ ബഡിയാണ്, അന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാനായിട്ട് അടിയുന്നുണ്ടാക്കാൻ എന്നല്ലാതെ എനിക്കടി ഞാൻ ആരും അടിച്ചിട്ടില്ല. അപ്പം അതെനിക്കൊരു വിഷമം. ഇവനിക്കായിട്ടല്ല ഞാൻ അടിണ്ടാക്കി. ഞാനത് 4th ഇയർ ഒക്കെ അവിടെ ചിന്തിക്കുന്നേ, ഞാനിപ്പോ എന്തിനാ അവനടിച്ചിട്ടില്ലേ. അപ്പൊ അങ്ങനെ എനിക്കൊരു ജാതി. അപ്പൊ ഞാനിവരൊക്കെ എന്റെ ചെക്കന്മാരെ അറിയാണ്ട് ഞാൻ ഐസിറ്റി മെസ്സേജ് കൊറേ പേര് കുഴപ്പമില്ലൊക്കെ നോക്കണം. ചിലവരെടുത്ത് പോടാൻ പറ്റോറെ സോറി അങ്ങനെ ഉണ്ടായിട്ടോ. പക്ഷെ എനിക്കൊരു വിഷമം, കാരണം ഞാൻ എനിക്കായിട്ട് അറിയുമ്പോലും കണ്ടിട്ട് പോലും നേരെ പോയി അടിക്കല്. അറിയാം. പക്ഷെ എന്തായാലും
ഒരു ദേഷ്യമില്ല എനിക്ക് അവരോട്, ഇപ്പോഴും ഇല്ല. അന്ന് പിന്നെ ഇവൻ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ പോയി ചോദിക്കും, എന്തിനാണ് അവൻ അടിച്ചതെന്ന് ചോദിക്കും ഞാൻ പോയിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു സാധനം ഇപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇവന് ഇടിച്ചോനാണെന്നുണ്ടെങ്കിൽ അനക്കൊരു സംഭവം ഉണ്ടാവുമല്ലോ. ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല നിൽക്കില്ല, അവൻ അങ്ങനെ അങ്ങനെ അടിച്ചു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അണ്ണാനും നോക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് എല്ലാ സംഗതി പോവുക. പിന്നെ ഈ പറയുന്ന ജൂനിയേഴ്സ് ഒക്കെ നമ്മൾ ഇക്കായിക്കാന്ന് വിളിക്കുക. പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു വസീമെന്ന് വിളിക്കും. രണ്ടാമത്തെ ചോദ്യമൊന്നുമില്ല. ഇക്കാന്ന് വിളിച്ചത് തന്നെ വസീന്നോ. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും അടിക്കാനല്ല ഇപ്പൊ ബേസിക്കലി നമ്മൾ പറഞ്ഞ പോയിന്റ്, നമ്മൾ അടിക്കാനല്ല ഇത് പഠിക്കുന്നത്. ഈ പഠിച്ചത് കൊണ്ട് ഓക്കെ എന്റെ ഇങ്ങനെ സ്കില്ലുണ്ട്, എന്റെ കാലം ഇത്രയും പൊന്തും, എന്റെ ചവിട്ടി എത്ര വേനാവും എന്നുള്ള ധാരണ വെച്ചാൽ ആരുടെ പോയിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മേല് വേദനിപ്പിക്കാതെ വീട്ടിലല്ലോ. അല്ല നിങ്ങളിപ്പോ ഇതിപ്പോ എത്ര കാലം ഇപ്പൊ ട്രെയിനിങ് എന്തെങ്കിലും? ഇല്ല ഇപ്പൊ ട്രെയിനിങ് ഒന്നുമില്ല. ഇവിടെ എന്ത് ട്രെയിനിങ് പോളണ്ടിലല്ലേ പുഷപ്പ് എടുക്കൂലല്ലേ രാവിലെ ഒരു 10-20 ഒരു സാധനം. പക്ഷെ നമ്മള് നേരത്തെ സംസാരിച്ചു, ശരിക്കും അതിന് ഇവിടെ നല്ലൊരു സ്കോപ്പ് ഉണ്ട് അല്ലേ, നല്ല സ്കോപ്പ് ഉണ്ട് പഠിപ്പിക്കാൻ. ഇവിടെ ടാലന്റ് പൂള് നല്ലോണം ഉണ്ട്. ഇവിടെ അത്യാവശ്യം ബ്ലാക്ക് ഫോർത്ത് ഡാനൊക്കെ എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും നമ്മളിപ്പോ ഒരു ഫസ്റ്റ് ഡാന് സെക്കൻഡ് ഡാനൊക്കെ എടുത്ത ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ ലെവലിലൊക്കെ പഠിപ്പിക്കാൻ അവസരങ്ങൾ കിട്ടും. അത് നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് നല്ലതാണ്. പക്ഷെ നമുക്ക് ഇവിടുത്തെ ലാംഗ്വേജ് പോളിഷ് ലാംഗ്വേജ് കുറച്ച് ഒരു ബേസിക് ലെവലെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് 5 കൊല്ലം മുന്നേ 2 ഓഫർ വന്നിട്ടുണ്ടായിരുന്നു ഈ സ്കൂളുകളിൽ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കാൻ. പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അപ്പൊ കാരണം നമ്മള് പോളിഷ് തന്നെ പഠിക്കണം, പറയണം. അതുപോലെ എനിക്കാണെങ്കിൽ ഈ വെണ്ട ലാംഗ്വേജ് ഒന്നും അറിയില്ല. അല്ല അപ്പൊ നിങ്ങളിപ്പോ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്തായാലും. സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എസ്പെഷ്യലി നമ്മളിപ്പോ കുഞ്ഞു പിള്ളേർക്ക് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ബേസിക്സ് പഠിപ്പിക്കുക. ബേസിക് എങ്ങനെയായാലും 3 മാസം ബേസിക് തള്ളി നീക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോർ സബ്ജക്റ്റിലേക്ക് വരിക. അത് മിഡിൽ പഞ്ച്, അപ്പർ പഞ്ച്, ലോവർ പഞ്ച്, മിഡിൽ ബ്ലോക്ക്, അപ്പർ ബ്ലോക്ക്, ലോവർ ബ്ലോക്ക്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ സിലബസ്. അതിപ്പോ പ്രാക്ടീസ് ഇല്ല. ഞാൻ 20 കൊല്ലം കഴിഞ്ഞാൽ എനിക്കത് ഒരു 3 ബെൽറ്റ് വരെ നമ്മൾക്ക് ഈസിലി പഠിപ്പിക്കാൻ പറ്റും. വൈറ്റ് ബെൽറ്റ്, ഓറഞ്ച്, യെല്ലോ വരെയൊക്കെ. ഇപ്പൊ അത് റിവേഴ്സ് ആണ്, വൈറ്റ്, യെല്ലോ, ഓറഞ്ച് ആണ്. അതുവരെ പോകാൻ പറ്റും. അത് കഴിഞ്ഞു പോകുമ്പോൾ കുറച്ചും കൂടി നമ്മളുടെ സ്റ്റാൻസ്, കത്താസ്, ഈ സാധനമൊക്കെ പെർഫെക്ഷൻ ആവും. കാരണം നമ്മളാണല്ലോ പഠിപ്പിക്കുന്നത്. അവർക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്ന ഒരാൾ ഞാനാണ്. ഞാനൊരു ഹുക്ക് പഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മായഗിരി എന്നൊക്കെ കൊണ്ട് കിക്കൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ആംഗിള്, അതിന്റെ ഹൈറ്റ്, അതിന്റെ പെർഫെക്ഷൻ, കാരണം ഏത് ഭാഗം കൊള്ളണം, ഏത് ഭാഗമാണ് ടച്ച് ചെയ്യേണ്ടത്, ഇതെല്ലാം കറക്റ്റ് കാണിച്ചു കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ആ സമയത്ത് ഞാൻ കാണിച്ചു കൊടുക്കുമ്പോ എന്റെ വയറും ചാടി ഇത്ര പോരാ കാര്യമല്ലോ. ഞാൻ ഇത് ചോദിക്കാൻ കാരണേ ഇപ്പൊ മൈക്ക് ടൈസണും ഇപ്പൊ ജെയ്ക്ക് പോളും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നല്ലോ. മൈക്ക് ടൈസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും യങ്ങസ്റ്റ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരുന്നു. 20 വർഷത്തിന് ശേഷം ആണിപ്പോ ഇതിലിറങ്ങിയിട്ട് മൂപ്പര് തോറ്റു. അതിനെപ്പറ്റി 2 ഇതുണ്ട്. അതായത് ചിലപ്പോൾ റിഗ്ഡ് ആണെന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ പറയുന്നത് മൂപ്പര് ഫിറ്റ് അല്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ പറയണത് ഒരു കാലത്ത് എത്ര വലിയ ഇതാണെങ്കിലും നമ്മള് പ്രാക്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇതാൻ പറ്റില്ല. എനിക്കിപ്പോ അതിൽ പറയാനുള്ളത് മറ്റേ പണ്ട് ബ്രൂസിലി പറഞ്ഞ പോലത്തെ ഒരു സ്കീമാണ്. 1000 ടെക്നിക്ക് അറിയാവുന്ന ആളേക്കാൾ അയാൾക്ക് പേടി 1 ടെക്നിക്ക് 1000 പ്രാവശ്യം പ്രാക്ടീസ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന ഒന്നാമത്തെ മൈക്ക് ടൈസന്റെ കേസ് എടുക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അത്ര അവെയർ അല്ല. ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടതിൽ ഒന്നാമത്തെ മൈക്ക് ടൈസൺ ഏജായി, പിന്നെ മറ്റോനാണ് അവന്റെ പ്രൈമിലാണ് നിൽക്കുന്നത്. പിന്നെ മൈക്ക് ടൈസൺ ആണെങ്കിൽ പോലും കറക്റ്റ് പഞ്ചൊന്നും കംപ്ലീറ്റ് ചെയ്യാത്ത പോലത്തെ എനിക്ക് തോന്നുന്നു. അറിയില്ല, ബട്ട് എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് എന്തോ ഒരു ഫ്രോഡ് എവിടെയോ. പിന്നെ മൂപ്പരും ഇതിന്റെ എയിം അടിച്ചിരുന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാനാവും. ഭയങ്കര കോൺട്രവേഴ്സിയാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് റിഗ്ഡ് ആണെന്ന് ഈ പറയുന്ന ജെയ്ക്ക് പോൾ ആണെങ്കിൽ വല്ലാണ്ട് ഹേർട്ട് ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ പഞ്ഞി കിടന്ന ആ ഒരു ലെജൻഡറി ഒരു പൊസിഷൻ കൊടുത്തിട്ടാണെങ്കിലും ചെയ്തിട്ടൊന്നുമില്ല. ചിലപ്പോ അവരുടെ ഡീലാവും. അത്ര ഓഡിയൻസ് വരില്ലേ. നമ്മളീ 4 ആൾക്കാർ പോലും അത് എത്ര ഞാൻ അത്ര ഫോളോ ചെയ്യാത്ത മനുഷ്യനാണ്. പക്ഷെ എന്നിരുന്നാൽ മനസ്സിലായി. കാരണം ആ ഒരു നെയിം മൈക്ക് ടൈസൺ എന്നുള്ള
പേര് ഒരു സെയിൽ ചെയ്തു, ഈസിയായിട്ട് സെല് ചെയ്തില്ല പേര്. ഞാനാ ഇത് കാണാൻ വേണ്ടി നെറ്റ്ഫ്ലിക്സ് ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്തു അന്ന് രാത്രി. പക്ഷെ ഞാൻ കണ്ടിരുന്നു, അത് ഞാൻ ലൈവ് കണ്ടിരുന്നു. ഒന്നാമത് നെറ്റ്ഫ്ലിക്സ് സ്ലോ, ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ സമയത്ത് കണ്ടിരുന്നത്. പക്ഷെ അതിന്റെ ലൈവിംഗ് സ്ട്രീം തന്നെ ഭയങ്കര സ്ലോ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് സങ്കടം. മൈക്ക് ടൈസൺ ഇങ്ങനെ ഒരു സ്റ്റേജില് വിഗ്രഹങ്ങളൊക്കെ വീണു. സത്യം, മൈക്ക് ടൈസൺ ഈ ഒരു രീതിയിൽ കാണുമ്പോ തന്നെ ഒരു സങ്കടം ഉണ്ടല്ലോ. അത് ഇതേപോലെ അടിപൊളിയാണ്. ഇതേപോലെ കിട്ടില്ല. ഞാൻ ആ പെണ്ണിൻ്റെ കുറച്ച് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഒരു ആക്ച്വലി ആ പെണ്ണ് ഏത് മിഷൻ ഇമ്പോസിബിളിലാണ് അഭിനയിച്ചിട്ടുണ്ട്. ഈ ട്രംപ് ഇപ്പൊ ജയിച്ചു. ട്രംപ് പണ്ട് റെസ്ലിംഗിൽ WWE ഭയങ്കര ഞങ്ങള് സമയം വന്ന് മുന്നത്തെ എപ്പിസോഡ് പറയുന്നത് അടിപൊളി ഒരു വെറൈറ്റി മനുഷ്യനാണ്. അത് ഒന്നാമത്തെ കാര്യം, ആള് ബിസിനസ്മാൻ ആണ്. ആൾക്ക് കമ്മ്യൂണിക്കേഷൻ അറിയാം. അതായത് നമ്മൾ പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ ഒന്ന് ഗ്ലോറിഫൈ ചെയ്താ പറയുള്ളൂ. ഇയാള് ജസ്റ്റ് ഡയറക്റ്റ് പറഞ്ഞു. അതായത് കോർപ്പറേറ്റ് മാനേജേഴ്സ് സാധനം പറയാം, അതുപോലെ മുഖത്തൊക്കെ കാര്യം പറയും. പക്ഷെ അത് പിയാറാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ വേറെ കാര്യം ആലോചിച്ച് നോക്ക്, അയാളുടെ ഒരു കോൺഫിഡൻസ് ആലോചിച്ച് നോക്ക്. ഇത് മാറി ഒരു 2 സെന്റിമീറ്റർ പ്രതിബദ്ധ തീർന്ന്. അതും അയാള് സ്റ്റാച്ചു വരെ നിൽക്കല്ല, അയാള് ഹെഡിന് ഓടെ സംസാരിച്ചോണ്ടിരിക്കുന്ന ആ സമയത്താണ് ഇത് വരുന്നത്. അപ്പൊ അത് അയാൾക്ക് കൊല്ലാൻ വേണ്ടി തന്നെ വെച്ച വെടിമാരില്ലേ രീതിയിലുള്ള ഒരു എക്സിക്യൂഷൻ ആവാം. അതിന് ഉറപ്പില്ല. കാരണം എന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇയാളെ ഹെഡ് ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു സ്നൈപ്പർ വരിക എന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറയണം, അയാൾ ഓൾറെഡി വിജയസാധ്യത കൂടുതലുള്ള സമയത്ത് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പോലെയാണ് തോന്നിയത്. പക്ഷെ ആരെടുക്കുന്ന റിസ്ക്, അതന്നെ എന്റെ ചോദ്യം. ഇത്രയും വലിയൊരാള് ഓർഡർ ജയിക്കാനുള്ള സാധ്യത ഉള്ള ഒരാൾ ഇങ്ങനെ റിസ്ക് എന്റെ ചോദ്യം അവിടെ വരുന്നത്, ഇത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യം ആള് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ട് തമ്പുരോടാണോ? അല്ല, വെടിവെച്ചാളെ കൊന്നു പോലീസ്. അപ്പൊ തന്നെ വിളിച്ചിട്ട് വെടിവെച്ചാളെ കൊന്നുണ്ട്. കൊന്നില്ല, സോറി, അല്ല വെടിവെച്ച് കൊന്നതൊക്കെ കേട്ടോ. ആളെ പിടിച്ചു കൊന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്തോ? അത് നിങ്ങൾ സംസാരിച്ചോളൂ, ഞാൻ ചെക്ക് തന്നെ. അല്ല അപ്പൊ പക്ഷെ അതാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ അത് ധൈര്യം ഒരാൾക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ പക്ഷെ ഇത് തരുന്ന ഒരു പുള്ളുണ്ടല്ലോ. അതായത് ഒരു സൈഡില് ഓൾറെഡി ജയിച്ചു നിൽക്കുന്നു, ഓപ്പോസിഷൻ ആള് ചെയ്താന്നുള്ളൊരു ഏകദേശം രാമലീല സ്റ്റൈല്. രാമലീല ടൈപ്പ്. പക്ഷെ വേറെ ഇതുണ്ട്. ഇതുപോലെ തന്നെ മഹേഷ് ബാബുവിന്റെ ഒരു മൂവി ഉണ്ട്, അതിനകത്ത് ഇതുപോലെ കണ്ടിട്ട് മറ്റേ ലീഡർ പൊളിറ്റീഷ്യൻ മരിച്ചും വീഡിയോ റിസ്ക് അല്ലേ ഇപ്പോട്ടേ പോണത്. കൈമക്കൊന്നല്ല, കാരണം കയ്യാന്നെ ഓക്കെ ഹാംഫുൾ അല്ല. ഇത് ഇപ്പോട്ടെ ഈ സാധനത്തേക്കൊന്ന് മാറിക്കുന്ന തീർന്ന് എന്തി പറഞ്ഞു. അതാണ് എനിക്ക് എത്ര ക്യൂരിയസ് ആവാനുള്ളതാണ്. ചെവിയിൽമൊക്കെ വെടിവെച്ചത് കയ്യമലോ കാരണം കുഴപ്പമില്ല. അത് ചെവിയുമെന്നൊക്കെ പറഞ്ഞാ എന്ത് ചെറിയൊരു എന്താ പറയാ. അതല്ല, പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് അല്ല, കാൻഡിഡേറ്റ് അല്ല, എത്രയും പ്രൊട്ടക്ഷൻ ഇല്ലാതെ. പിന്നെ ട്രംപാടാ ഇതിന്റെ ഒക്കെ അപ്പുറം. ട്രംപ് എന്നുള്ളൊരു ഫോമർ പ്രസിഡന്റ് ആണ്, ഓൾറെഡി മില്യണർ ആണ്. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് വരാൻ US സേഫ്റ്റി അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ മനസ്സിലാവും. ഇത് അമേരിക്കയിലൊക്കെ അങ്ങനെ നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മൂപ്പര് ഇന്ത്യയിൽ വന്നപ്പോ എന്തായാലും ഇന്ത്യയിലെ സേഫ്റ്റി. അല്ല നിങ്ങള് പറഞ്ഞപ്പോ നിങ്ങള് മോദിനെ കാണാൻ പോയിട്ടില്ലേ പോളണ്ടിൽ വന്നപ്പോ? ചീഫ് ഗസ്റ്റ് ആയിരുന്നു പുള്ളി. നിങ്ങൾക്ക് ഇന്ത്യൻ അസോസിയേഷൻ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തേലും ചീഫ് കമാൻഡർ അല്ല, എന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി? കുറെ ആൾക്കാർ, ഞാനേ ഇപ്പൊ ഇത് കളിയാക്കി പറയല്ല, നമ്മുടെ ഒരു ഫ്രണ്ട് ഇതേമാതിരി എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണ്, അവരെന്നോട് പറഞ്ഞു ഞാൻ വരെ ഇയാളെ കണ്ടപ്പോ കരഞ്ഞൂന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അല്ലേ, ഒരു ചില ആൾക്കാർ ഇവരെ ഭയങ്കര ഒരു ദൈവന്മാരെ കാണാൻ ഇയാൾ എന്റെ പെർസ്പെക്റ്റീവ് ഒരു 10% ഇയാളെ കണ്ടപ്പോ മാറിയിട്ടുണ്ട്. എല്ലാം പറയുന്നില്ല, ആൾക്ക് സംസാരിക്കാനുള്ള കഴിവൊക്കെ ഭയങ്കരമാണ്. പക്ഷെ ഇയാള് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്നൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, അത് വേറെ മൂഡാണ്. വേറെ മൂഡ് വെച്ചാല് ഇവരൊരു മുദ്ര ഞാൻ വിളിച്ചു പറഞ്ഞില്ല, എന്തൊരു മുദ്രാക്കി വിളിച്ചിരുന്നവര് അതല്ലാതെ എന്തോ ഒരു കർഷകരുടെ എന്തൊരു സാധനം അങ്ങനത്തെ ഒരു 3 4 സാധനം ഉണ്ട്. ഇതിങ്ങനെ വിളിക്കുക
ഞാനിത് എന്നാ നമുക്ക് മാർക്കേസിന്റെ വല്ല സാധനം വിളിച്ചാലോ, നമുക്ക് വിളിക്കാനൊന്നുമില്ല, ഇത് ഇങ്ങനെ മുടങ്ങി കേൾക്കുക. പക്ഷെ ഇയാള് വന്ന് കേറിയത് മുതൽ ഒരു പച്ച വെള്ളം കുടിച്ചിട്ടില്ല, സീറ്റിൽ ഇരുന്നില്ല, നേരെ വന്ന് നമ്മളെ അഡ്രസ് ചെയ്തു, നേരെ നാഷണൽ ആന്തം വെച്ചു. അവിടുന്ന് തുടങ്ങി ഒരു 1.5 മണിക്കൂർ സംസാരം തന്നെ സംസാരം. അത് ഞാൻ വിചാരിച്ചിരുന്നത് ഇയാളൊരു അത്രയും അടിപൊളിയല്ല, നോക്കി വായിക്കുന്ന പരിപാടിയാണെന്നൊക്കെ. പക്ഷെ ഇയാൾക്ക് എങ്ങനെ ഒരു എന്താ പറയാ ഒരു ഹെയ്റ്റ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഇയാൾക്ക് അഗെയിൻസ്റ്റ് ഒരാളെ കൺവിൻസ് ചെയ്ത് ഇയാളെ കൂടെ നിർത്താനുള്ള ഒരു കാലിബർ ഉണ്ട്. വെച്ചാൽ ഒരു എന്താ പറയാ നല്ല വിവരമില്ലാത്ത ഒരാൾ, കുറച്ച് വിവരമുള്ളൂ എന്നാൽ കുറച്ച് ചായവുണ്ട്. ഇപ്പോൾ നോർത്തിലുള്ള ഒരാള് കുറച്ച് സഹായങ്ങളെല്ലാം ഇവരെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, എന്നാൽ അവര് മറ്റു പാർട്ടികളോടാണ് ചായവെന്ന് അങ്ങനത്തെ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ ഈ ന്യൂട്രലായിട്ട് നിൽക്കുന്നത്, അവരൊക്കെ പുട്ട് പോലെ വലിക്കാൻ പറ്റും. ഇയാൾ ആ ഒരു സ്ഥലത്ത് വന്ന് ഒരു പ്രശ്നം നടത്തുന്നത്. കാരണം ഇയാള് നമ്മളെടുത്ത് വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ ടാക്സ് എമൗണ്ട് ആണ് നമ്മുടെ GDP ഒക്കെ നിലനിന്ന് പോണത്, സോ നിങ്ങളിത് അറിയണം, യു ഷുഡ് നോ ഓൾ ദീസ് ഓഫ് തിങ്സ് ഹാപ്പനിങ് അറൗണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങും. അപ്പൊ ഞാൻ കേട്ടത് ഇങ്ങനെയല്ലല്ലോ, ഞാൻ അതും എന്റെ കൂടെ ഉള്ളവർക്കൊന്നും ഹിന്ദി അധികം അറിയില്ല, ഞാൻ ഹിന്ദിയിൽ മാത്രം സംസാരിക്കുള്ളൂ. അപ്പൊ ഞാനിത് കേട്ട് തരിച്ചിരിക്കുമ്പോ എന്താ പറഞ്ഞ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു സ്വിച്ച് മാറുന്നുണ്ടായിരുന്നു. വെച്ചാല് ഓഡിയൻസ് ഏത് തരക്കാരാണെന്ന് നോക്കി കണ്ടറിഞ്ഞും ഞാനും കേട്ടിരിക്കണു. ഇപ്പൊ ഈ മോദിന്റെ നമ്മുടെ സൗത്തിക്ക് അങ്ങോട്ട് വല്ലാണ്ട് മൂപ്പര് വന്നിട്ട് അങ്ങനെ ഒരു അഡ്രസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവിടെ ഇവര് ഭയങ്കര മോദി പണ്ട് ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴും ആൾക്കാരോട് സംസാരിച്ചെടുക്കാനുള്ള ഒരു രീതി അടിപൊളി. ഇപ്പം നമ്മൾ ട്രംപിനെ പറ്റി പറഞ്ഞു, മോദി വന്നതിന് ശേഷം നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ മൂപ്പരും നല്ലൊരു ബിസിനസ്മാൻ ആണ്, റിലേഷൻഷിപ്പിലൊക്കെ കീപ്പ് ചെയ്യണതാണ്. വെറുതെ കുറെ ആൾക്കാർ സപ്പോർട്ട് ഉണ്ടാവില്ല, പക്ഷെ എന്നാലും കുറെ അവരുടെ ഐഡിയോളജീസിനൊക്കെ എനിക്ക് പേഴ്സണലി മതവിദ്വേഷം ഇല്ല എങ്കിൽ ഓക്കെ. അവരുടെ മെയിൻ സാധനം, അവരുടെ ബേസ് എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന മുന്നത്തെ ഒരു സാധനം കുറച്ചും കൂടി കുറച്ച് മുളകൊക്കെ ഇട്ട് ബാക്കി ഈ മതം കൂടി ചേർത്തിട്ടാണ് സെല്ല് ചെയ്യുന്നത്. അതെല്ലാം തന്നെ നോക്കിയിരിക്കും. നമ്മുടെ നാട് തന്നെ അതിന്റെ ഒരു പതിപ്പല്ലേ. അതെ, നമ്മുടെ നാട്ടില് ഉള്ളത് സാധനം തന്നെയല്ല. പണ്ട് മുതലേ ബ്രിട്ടീഷുകാർ ചെയ്തല്ലേ ഗോത്രങ്ങളും പണ്ടേ പല പല വിഭാഗങ്ങളായിട്ടുള്ള ആൾക്കാരെ. പക്ഷെ ഇത് മാറ്റം വരും. നമ്മ യൂറോപ്പിലേക്ക് മാറ്റം വന്നില്ല, അതുപോലെ US മാറ്റം വരുന്നുണ്ടല്ലോ. ഒരു 10-20 കൊല്ലം കൂടി ഒന്നും ഇതേ ലെവലില് മുടിഞ്ഞു പണ്ടാറടയും കഴിയുമ്പോ ഇതല്ല ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ അല്ല. ഈ ഭരണം മാറിയില്ലെങ്കിൽ പോലും ഒരു സെർട്ടൺ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ക്ഷമ നശിക്കും. ഒരു മാറ്റം വേണ്ടേ? പോണോ? അതും 10-20 കൊല്ലം കൂടി മക്കളുടെ മക്കൾക്കൊക്കെ ചിലപ്പോ യൂട്യൂബിൽ കണ്ടിന്റെ അന്നേ പറഞ്ഞു. പക്ഷെ ഈ സമയം പറഞ്ഞ മാതിരി ഇപ്പൊ യൂറോപ്പിൽ പറഞ്ഞ ചർച്ചിന്റെ കാര്യം നോക്കും, ഗവൺമെന്റ് കാര്യം നോക്കും. ഇപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ആയത് പറയുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഇപ്പൊ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇതൊരിക്കലും ഒരു മതത്തിനെ തൃപ്തിപ്പെടുത്താനൊന്നും ആവരുത്. അവരവിടെയുള്ള എല്ലാ ജനതകളെയും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തതാക്കണം. അതില്ലാത്തോളം കാലം എനിക്കറിയില്ല. ലാസ്റ്റ് ഇപ്പൊ പാലക്കാട് മറ്റേ ഇലക്ഷൻ നടന്നതിൽ തന്നെ വിദ്വേഷ പ്രസംഗം എന്തോരുണ്ടായിരുന്നു. അതെ, കേരളത്തിൽ വന്നിട്ടാണെങ്കിൽ പോലും കാഫിർ അത് ഇതെന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അതും കേരളത്തിൽ വന്നിട്ട് അത് ആര് ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, ആര് ചെയ്തെന്ന് കാണുന്നവർക്ക് അറിയാം. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും പ്രമുഖ പാർട്ടിയിലും പ്രമുഖമായി അച്ചടിക്കുന്ന ഒരു പത്രത്തിലും വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ പോലീസ് ശരിക്കും ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്. പോലീസുകാർ പാവങ്ങളല്ലടാ, ഇന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയേ. പക്ഷെ അവരുടെ ജോലി അതല്ലേ, നല്ല നിലപ്പല്ലേ സെമീനെ. ഇപ്പൊ നീ ഒരു പോലീസുകാരനാണ്, നീ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് ഒരു പൊളിറ്റീഷ്യൻ എടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളെടുത്തോ നീ ഒരു ആക്ഷൻ എടുത്തു, 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞ പാർട്ടിന്റെ മാറി അവരെ ഭരണം വന്ന എന്റെ ഗതിയാണ്. കാര്യം ചോദിക്കണം. അപ്പൊ അങ്ങനെ ഒരു കഴിവില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ആ ഒരു ജോലിയോട് ആത്മാർത്ഥതയുള്ള ഒരാൾ നിൽക്കേണ്ട ഒരു സ്ഥലമാണോ പോലീസ്? കാരണം ഈ പോലീസിന്റെ മൊത്തം ആൾക്കാർ ഒരു സൈഡ്, ഇവരെ മൊത്തം കാര്യങ്ങൾ നോക്കുന്നത് ഗവൺമെന്റ് അല്ലേ. ഏത് ഗവൺമെന്റ് ആണോ പ്ലേസ് ചെയ്യുന്ന ആ ഗവൺമെന്റ് അല്ലേ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ അവരുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ്. ഓക്കെ, നമ്മൾക്ക് പണി തന്നവർക്ക് അടുത്ത 5 കൊല്ലം നമ്മൾ പണി കൊടുക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരാണ് വരുന്നുണ്ടെങ്കിൽ ഇവരെ ഗതി എന്താവും?
എല്ലാവരും ഈ പറയുന്ന പോലെ ക്വാർട്ടേഴ്സിലും മറ്റേലൊക്കെ ജീവിക്കുന്നവരല്ലേ, ഭാര്യയും കുട്ടിയൊന്നും ഇല്ലാതെ. അവരെ നേരെ അട്ടപ്പാടിക്ക് തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അല്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ജൂനിയേഴ്സ് ഒക്കെ ഇപ്പൊ പോലീസായിട്ട് വർക്ക് ചെയ്യുന്നവരാ. അപ്പൊ ഞാൻ പറയണ്ട വല്ലാടം ചെയ്യണ്ടോ, അവരുടെ ജോലിക്ക് ഒട്ടും സേഫ്റ്റി ഇല്ലാത്തതാണ്. വെച്ചാല് പഞ്ചപുഷ്ട അടിച്ച് നിൽക്കേണ്ടി വരും. ഈ പറയുന്ന ലോക്കൽ നേതാവിന്റെ മുന്നിൽ പോലും നമ്മുടെ റാങ്ക് ഒന്നും മറന്ന് ചിലപ്പോ അത് ഭയങ്കര ഇതാ. നമ്മള് സിനിമ കാണുന്ന അവസ്ഥ ഒന്നും ആയിരിക്കണമെന്നില്ല പോലീസുകാരുടെ അറിയില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ. കാരണം ഇപ്പോൾ നമ്മളിപ്പോ ഈ പല തെണ്ടിത്തരങ്ങൾ കാണുമ്പോ ഇട്ടിച്ചിട്ട് കൊന്നൂടെ എന്നൊക്കെ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തോരം നിയമങ്ങളാ, എന്തോരം പ്രോട്ടോകോൾസ്, എന്തൊക്കെ ചെയ്തിട്ട് അയ്യോ എന്തൊക്കെ എന്തായി കഴിഞ്ഞാലും അങ്ങനെ പോണം ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് അവിടെ എത്തുന്ന എവിടെ എത്തൂല. അവര് പുല്ലുപോലെ ഇറങ്ങി വരും. നമ്മള് കൊറേ കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങളപ്പോ സംസാരിച്ച എന്തൊക്കെ ടോപ്പിക് കവർ അങ്ങനെ പോയി. നമുക്ക് റാപ്പ് അപ്പ് ചെയ്താലോ എന്നാ? ഓ ആയിക്കോട്ടെ, കൊറേ നേരമായി. നമുക്ക് ബസ്സിനെ ഒന്നുകൂടി കൊണ്ടുവരാം. സെക്കൻഡ് പാർട്ട് വന്നിട്ട് അല്ല നമുക്കൊരു 1 million ഒക്കെ ആയിട്ട് ഒന്നുകൂടി കൊണ്ടുവരാം. കിടക്കട്ടെ, ആ ടിക്കറ്റ് ഒന്ന് മാറ്റാൻ പറ്റുമോ? അപ്പൊ സ്പോൺസർ ചെയ്യും ബിസിനസ് ക്ലാസ് നാട്ടിൽ ഞങ്ങൾ എടുത്തു കൊണ്ടുപോകണം. അപ്പൊ താങ്ക് യു, നിങ്ങൾ വന്നതിൽ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഷമീനോടും താങ്ക്സ്, ബഷീറിനോടും താങ്ക്സ്. കൺക്ലൂഡ് ചെയ്യണ്ടോ എന്തേലും? അല്ല ഇപ്പൊ അത്രയും തന്നെ ഉള്ളൂ അല്ലേ ഷമീനെ? അപ്പോ താങ്ക് യു സോ മച്ച് വസി ആൻഡ് സെനിൻ ഫോർ ബ്രിങ്ങിങ് വസി. അപ്പോ വേറെ എപ്പിസോഡായിട്ട് അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ ബൈ. എന്റെ